ശാന്തി. അപ്പോൾ ഇന്ന് 20/2/2026 प्रभात मुरली. बाबा कहते हैं, मीठे बच्चे, तुम्हें कमाई का बहुत शौक होना चाहिए. इस पढ़ाई में ही कमाई है. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, നിങ്ങൾ കുട്ടികൾക്ക് സമ്പാദിക്കുന്നതിന് വളരെയധികം താല്പര്യമുണ്ടായിരിക്കണമെന്ന് ബാബ പറയാണ്. കാരണം ഈ പഠിപ്പിലൂടെ തന്നെയാണ് സമ്പാദ്യം ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമ്പാദ്യം ഉണ്ടാക്കാൻ നമുക്ക് വളരെയധികം താല്പര്യം ഉണ്ടായിരിക്കണമെന്നാണ് ബാബ പറയുന്നത്. ഇനി ബാബ ക്വസ്റ്റ്യൻ ചോദിക്കാണ്, ജ്ഞാൻ കെ ബിഗർ कौन सी खुशी की बात भी विघ्न रूप बन जाती है. അതായത് ജ്ഞാനമില്ലാതെയുള്ള ഏതൊരു സന്തോഷത്തിന്റെ കാര്യമാണ് വിഘ്നരൂപമായിട്ട് മാറുന്നത്. അതായത് സന്തോഷത്തിന്റെ കാര്യമാണത്, പക്ഷെ അതിൽ ജ്ഞാനമില്ല. അങ്ങനെയുള്ള ഏത് കാര്യമാണ് വിഘ്നരൂപമായിട്ട് മാറുന്നതെന്ന് ബാബ ചോദിക്കാം. ബാബ അതിന്റെ ഉത്തരം നൽകുന്നത് സാക്ഷാത്കാർ ഹോന, അതായത് സാക്ഷാത്കാരം ഉണ്ടാവുക. യഹ് ഹേ തോ ഖുശി കി ബാത്ത്, ലേക്കിൻ അഗർ യഥാർത്ഥ രൂപ സേ ജ്ഞാൻ നഹി ഹേ തോ ഓർ ഹി മൂഞ്ച് ജാത്തെ ഹേ. ബാബ പറയാണ്, സാക്ഷാത്കാരം ഉണ്ടാവുക എന്ന് പറയുന്നത് സന്തോഷത്തിന്റെ കാര്യമാണ്. പക്ഷെ ബാബ പറയുന്നത് യഥാർത്ഥ രീതിയിൽ ജ്ഞാനം ഇല്ലെങ്കിൽ പിന്നെ സാക്ഷാത്കാരം ഉണ്ടാവുക എന്ന് പറയുന്നത് സംശയം ഉണ്ടാക്കുക, അതായത് കൺഫ്യൂഷൻ ആക്കുന്ന ബാബ പറയാം. സമझो किसी को बाप का साक्षात्कार हुआ, बिंदु देखा तो क्या समझेंगे और ही मूंझेंगे. इसलिए ज्ञान के बिगैर साक्षात्कार से कोई भी फायदा नहीं. इसमें और ही माया के विघ्न पड़ने लगते हैं. അതായത് ബാബ പറയാണ്, ഇപ്പോൾ മനസ്സിലാക്കൂ, ബാബയുടെ സാക്ഷാത്കാരം ഉണ്ടായി എന്ന് കരുതാം. ബാബയുടെ സാക്ഷാത്കാരം എങ്ങനെയാ ഉണ്ടാകുക? ബിന്ദു സ്വരൂപത്തിലാണ്, അല്ലെ? അങ്ങനെ ഒരു ബിന്ദു സ്വരൂപം കണ്ടാൽ അവരെന്ത് മനസ്സിലാക്കും? അവർക്ക് കൺഫ്യൂഷൻ ആകും. അതായത് ഇതെന്താന്നുള്ള ഒരു സംശയം വരും, അല്ലെ? അതാണ് ബാബ പറയുന്നത്. അതുകൊണ്ട് ബാബ പറയുന്നത് ജ്ഞാനമില്ലാതെയുള്ള സാക്ഷാത്കാരത്തിന് ഒരു ഫലവുമില്ല. കാരണം പോയിന്റ് ഓഫ് ലൈറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തറിയാനാ? കാരണം ജ്ഞാനമില്ല. അതുകൊണ്ടാണ് ബാബ പറയുന്നത് ജ്ഞാനമില്ലാതെയുള്ള സാക്ഷാത്കാരത്തിന് അതിന് ഫലമൊന്നുമില്ല എന്ന് ബാബ പറയാം. അതുപോലെ ബാബ പറയാണ്, ഇതിൽ തന്നെയാണ് വിഘ്നം, മായ വിഘ്നം വരുത്തുന്നതും ഇതിൽ തന്നെയാണെന്ന് ബാബ പറയാം. അതായത് പിന്നെ കുറെ പേരുണ്ട്, അവര് സാക്ഷാത്കാരം ഉണ്ടാകുന്നതിനെ തലകീഴായിട്ടുള്ള ലഹരിയിലെടുക്കും. അതായത് സാക്ഷാത്കാരം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ തലകീഴായിട്ടുള്ള ലഹരി ആയിരിക്കും അവർക്ക് ഉണ്ടാവുക എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ബാബ പറയാണ്, ഈ സാക്ഷാത്കാരം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ജ്ഞാനത്തിന്റെ ആധാരത്തിലാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ജ്ഞാനമില്ലാതെയുള്ള സാക്ഷാത്കാരത്തില് അതിന് ഫലമൊന്നുമില്ല. അതുമാത്രമല്ല, അത് തലകീഴായ രീതിയിലും എടുക്കുമെന്ന് ബാബ പറയാണ്. ഇനി ബാബ ഇന്ന് ഗീതം പറയാണ്, തക്ദീർ ജഗാകർ ആയി ഹുയേ, ഭാഗ്യമുണർത്തി വന്നിരിക്കുകയാണ് എന്ന് ബാബ പറയാം. ഓം ശാന്തി. മീഠേ മീഠേ റുഹാനി ബച്ചോം നെ ഗീത് സുന, നയോം നെ ബി സുന, പുരാനോം നെ ബി സുന. അതായത് മധുരമധുരമായ ആത്മീയ കുട്ടികൾ ഗീതം കേട്ടല്ലോ, പുതിയ കുട്ടികളും കേട്ടിരിക്കുന്നു, അതുപോലെ പഴയവരും കേട്ടിരിക്കുന്നു. കുമാരോം നെ ബി സുനാക്കി യഹ് പാഠശാല ഹേ. കുമാരന്മാരും കേട്ടു, ഇത് പാഠശാലയാണ്. പാഠശാല മേ കോയി ന കോയി തക്ദീർ ബനായി ജാതി ഹേ. അതായത് ബാബ പറയാണ്, ഇപ്പൊ പാഠശാലയിൽ, അല്ലെ, അതായത് ഒരു സ്കൂളിൽ എങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ ഭാഗ്യം അവിടെ ഉണ്ടാകുമല്ലോ. വഹാം തോ അനേക പ്രകാർ കി തക്ദീർ ഹേ. അതായത് അനേക രീതിയിലുള്ള ഭാഗ്യം അവിടെയുണ്ട്. कोई സർജൻ बनने की, कोई ബാരിസ്റ്റർ बनने की തക്ദീർ बनाते हैं. അതായത് ചിലരാണെങ്കിലോ സർജനായിട്ട് മാറാനുള്ള ഭാഗ്യമുണ്ടാക്കും,
ചിലരാണെങ്കിൽ വക്കീലായിട്ട് മാറാനുള്ള ഭാഗ്യം ഉണ്ടാക്കും, അല്ലെ? അപ്പൊ നമ്മൾ ഒരു പാഠശാലയിൽ പഠിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഭാഗ്യം ഉണ്ടാക്കൽ തന്നെയാണ്. ആ പഠിപ്പിലൂടെ എഞ്ചിനീയർ ആകാം, ഡോക്ടർ ആകാം, വക്കീലാകാം, അങ്ങനെ പല പല പദവിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമല്ലോ. അതാണ് ബാബ പറയുന്നത്, എന്തെങ്കിലുമൊക്കെ ഭാഗ്യം അവിടെ ഉണ്ടായിരിക്കും, അതായത് പാഠശാലയില്. തക്ദീർ കോ എയിം ഒബ്ജക്റ്റ് കഹാ ജാതാ ഹെ, അതായത് ഭാഗ്യത്തെ ബാബ പറയുന്നത് ലക്ഷ്യം എന്നും പറയാം, അല്ലെ? അപ്പൊ നമ്മളൊരു പാഠശാലയിൽ പഠിക്കുമ്പോൾ നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കും. എനിക്ക് ഇന്നതായിട്ട് മാറണം, പഠിച്ച് ഭാവിയിൽ ഇന്നതായിട്ട് മാറണം എന്നൊരു ലക്ഷ്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ബാബ പറയാണ് ഭാഗ്യത്തെ എയിം ഒബ്ജക്റ്റ് എന്നും പറയാം, അതായത് ലക്ഷ്യം. തക്ദീർ ബനാനെ ബിഗർ പാഠശാല മേം ക്യാ പഠേംഗെ, ബാബ പറയാണ് അതായത് ഭാഗ്യം ഉണ്ടാക്കാതെ, ഭാഗ്യമില്ലാതെ പിന്നെ പാഠശാലയില് എന്ത് പഠിക്കാനാണ് എന്ന് പറയാ ബാബ. അതായത് ഭാഗ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് പാഠശാലയിൽ പഠിക്കുക എന്നുള്ള ലക്ഷ്യം, അല്ലെ? അവിടെ പഠിച്ച് ഇന്നതായിട്ട് മാറണം, അപ്പൊ അതിലൂടെ സമ്പാദ്യം ഉണ്ടാകും, അങ്ങനെയൊക്കെ ലക്ഷ്യം ഉണ്ടായിരിക്കും. അതല്ലാതെ ബാബ പറയുന്നത് ഒരു എയിം ഒബ്ജക്റ്റ് ഒന്നും ഇല്ലാതെ എന്ത് പഠിക്കാനാണ് എന്ന് ബാബ ചോദിക്കാം. अब यहाँ बच्चे जानते हैं कि हम भी तकदीर बनाकर आए हैं. അപ്പൊ ഇവിടെയാണെങ്കിലോ ഇതും ഒരു പാഠശാലയാണ്, അല്ലെ? ഇവിടെ ബാബ പറയാണ് നിങ്ങൾ കുട്ടികൾക്കറിയാം, ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്? ഭാഗ്യം ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത്. ഇതും ഈശ്വരീയ ഒരു വിദ്യാലയമാണ്. ഇവിടെ നമ്മൾ കുട്ടികൾ വന്നിരിക്കുന്നതും നമ്മുടേതായ ഭാഗ്യം ഉണ്ടാക്കാനാണെന്ന് ബാബ പറയാണ്. നയി ദുനിയ കെ ലിയെ അപ്പന രാജ്യ ഭാഗ്യ ലേനെ ആയേ ഹേ. നമ്മൾ എന്തിനാ വന്നിരിക്കുന്നത്? പുതിയ ലോകത്തേക്ക് വേണ്ടി തന്റെ രാജ്യഭാഗ്യം എടുക്കാൻ. നമുക്ക് ഇപ്പോ സാധാരണ പാഠശാലയില് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജന്മം തന്നെയാണ് അതിന്റെ ഫലവും ഭാഗ്യവും ഒക്കെ ഉണ്ടാകുക, അല്ലെ? പക്ഷെ ഈ പാഠശാലയില് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്? പുതിയ ലോകത്തേക്ക് വേണ്ടിയിട്ടാണ്. അവിടെയാണ് നമുക്കതിന്റെ പ്രാപ്തി ഉണ്ടാവുക. വഹ് ഹേ പുരാനി ദുനിയാ കെ ലിയെ, വഹ് പുരാനി ദുനിയാ കെ ലിയെ ബാരിസ്റ്റർ, എഞ്ചിനീയർ, സർജൻ ആദി ബൻതേ ഹേ. അതായത് നമ്മൾ പഠിക്കുന്നത് പുതിയ ലോകത്തേക്കുള്ള രാജ്യഭാഗ്യം എടുക്കാനാണ്. അപ്പൊ ബാബ പറയാണ് യഹ് രാജയോഗ ഹേ ഹി നയി ദുനിയാ കെ ലിയെ. ഈ രാജയോഗം പഠിക്കുന്നത് പുതിയ ലോകത്തേക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ സാധാരണ ലോകത്തിലുള്ളവരെ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പഴയ ലോകത്തിന്. കാരണം ഇപ്പൊ എന്താണ് പഠിക്കുന്നത് അത് ഈ ജന്മം തന്നെ കിട്ടുന്നു, അതും ഈ പഴയ ലോകത്തിലാണ് കിട്ടുന്നത്, അല്ലെ? അപ്പോ ബാബ പറയാണ് അവര് പഠിക്കുന്നത് ഈ പഴയ ലോകത്തേക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഈ പഴയ ലോകത്തിൽ തന്നെ എഞ്ചിനീയറും വക്കീലും സർജനും ഒക്കെ ആയിട്ട് മാറാനുള്ള പഠിപ്പാണ് പഠിക്കുന്നത്. വഹ് ബൻതേ ബൻതേ അഭി പുരാനി ദുനിയാക്കാത്തോ ടൈം ബഹുത്ത് തോടാ രഹ. അപ്പൊ അങ്ങനെ അങ്ങനെ പഠിച്ച് ഇങ്ങനെയൊക്കെ ആയി മാറി മാറി ബാബ പറയുന്നത് ഈ പഴയ ലോകത്തില് ഇനി വളരെ കുറച്ച് സമയമേ ബാക്കിയുള്ളൂ എന്ന് ബാബ പറയാണ്. വഹത്തോ കദം ഹോ ജായേഗ. ഈ പഴയ ലോകം തീർച്ചയായിട്ടും അവസാനിക്കും. വഹ തക്ദീർ ഹേ ഇസ് മൃത്യു ലോക കേലിയെ യാനി ഇസ് ജന്മ കേലിയെ. അല്ലെ, ലോകത്തിലുള്ളവര് ഭാഗ്യമുണ്ടാക്കുന്നത് എന്താണ്? ഈ മൃത്യു ലോകത്തിലാണ് അവര് ഭാഗ്യം ഉണ്ടാക്കുന്നത്. അത് അല്ലെങ്കിൽ ഈ ജന്മത്തിലാണ് അവര് ഭാഗ്യം ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ കുട്ടികൾ ഭാഗ്യം ഉണ്ടാക്കുന്നത് പുതിയ ലോകത്തേക്ക് വേണ്ടിയിട്ടാണ്. പുതിയ ലോകത്തേക്കും അതുപോലെ തന്നെ 21 ജന്മത്തേക്കുള്ള ഭാഗ്യമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. തുമാരി യഹ് പടായി ഹേ നയി ദുനിയാ കെ ലിയെ, തും നയി ദുനിയാ കെ ലിയെ തക്ദീർ ബനാക്കർ ആയേ ഹോ. നിങ്ങൾ കുട്ടികൾ പുതിയ ലോകത്തേക്ക് വേണ്ടിയിട്ടാണ് ഭാഗ്യം ഉണ്ടാക്കി വരുന്നത്. നയി ദുനിയാമേ തുംകോ രാജ്യഭാഗ്യം മിലേഗ. അതായത് ബാബ പറയാണ് പുതിയ ലോകത്തില് നിങ്ങൾക്ക് രാജ്യഭാഗ്യം ലഭിക്കും. കോൻ പടാത്തേ ഹേ, ആരാണ് പഠിപ്പിക്കുന്നത്? ബേഹദ് കാ ബാപ്പ് ജിൻസേ ഹി വർഷ പാനാ ഹേ. പരിധിയില്ലാത്ത അച്ഛനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആ അച്ഛനിൽ നിന്ന് തന്നെയാണ് നമുക്ക് സമ്പത്ത് എടുക്കേണ്ടതും. ആ അച്ഛനെ ഓർമ്മിച്ചിട്ടാണ് നമ്മൾ സമ്പത്ത് എടുക്കുന്നത്. ജയ്സെ ഡോക്ടർ സെ ഡോക്ടറി കാ വർഷ പാത്തേ ഹേ വഹ് ഹോ ജാത്താ ഹേ ഇസ് ജന്മ കാ വർഷ. അതായത് ഡോക്ടറിൽ നിന്നാണ് സമ്പത്ത് എടുക്കുന്നത്. അതൊക്കെ ഈ ജന്മത്തെ സമ്പത്തിന്റെ കാര്യമാണ് എന്ന് പറയും. ഇപ്പൊ പഠിച്ച് ഡോക്ടർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജന്മത്തിൽ നമുക്ക് സമ്പാദ്യം ഉണ്ടാക്കാം, അല്ലെ? ധാരാളം സമ്പാദിക്കാൻ സാധിക്കും. അത്
ഈ ഒരു ജന്മത്തേക്ക് വേണ്ടി മാത്രമാണെന്ന് ബാബ പറയാം. एक तो वर्षा मिलता है बाप से, दूसरा वर्षा मिलता है अपनी पढ़ाई का. അതായത് ഒന്നുണ്ട് ബാബ പറയുന്നത് സമ്പത്ത് അച്ഛനിൽ നിന്ന് ലഭിക്കും. രണ്ടാമത്തത് സമ്പത്ത് എവിടെ നിന്ന് ലഭിക്കാം? നമ്മളുടെ തന്നെ പഠിപ്പിലൂടെ, അല്ലെ? ഒന്ന് നമുക്ക് അച്ഛനിൽ നിന്ന് കിട്ടും, പിന്നെ നമ്മൾ എന്താണോ പഠിക്കുന്നത്, പഠിച്ച് എന്തായാണോ മാറുന്നത്, അതിൽ നിന്നും നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുമെന്ന് ബാബ പറയാം. അച്ഛാ ഫിർ ജബ് ബൂഢേ ഹോത്തേ ഹേ തബ് ഗുരു കെ പാസ് ജാത്തേ ഹേ. അങ്ങനെ പിന്നീട് പ്രായമാകുമ്പോൾ, അല്ലെ, വയസ്സാകുമ്പോൾ എന്ത് ചെയ്യും? ഗുരുവിന്റെ അടുത്തേക്ക് പോകും. ക്യാ ചാഹത്തെ ഹേ, ആ സമയത്ത് എന്താണ് ആഗ്രഹിക്കുന്നത്? കഹത്തെ ഹേ ഹംകോ ശാന്തി ധാമേം ജാനേ കി ശിക്ഷ ദോ. ഗുരുവിന്റെ അടുത്തേക്ക് പോയിട്ട് എന്താ പറയാം? അതായത് ഞങ്ങൾക്ക് ശാന്തിധാമത്തിലേക്ക് പോകാനുള്ള പഠിപ്പ് തരൂ, ശിക്ഷണം തരൂ എന്ന് പറയും. ഹംകോ സദ്ഗതി ദോ, ഞങ്ങൾക്ക് സദ്ഗതി തരൂ. ഇതൊക്കെയാണ് ഒരു പ്രായമായി കഴിഞ്ഞാൽ, വാനപ്രസ്ഥ സ്റ്റേജിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഗുരുക്കന്മാരുടെ അടുത്തേക്ക് പോയിട്ട് ഇതാണ് അവിടെ ആവശ്യപ്പെടുക. അതാണ് ബാബ പറയുന്നത്, യേ ഹാംസെ നിക്കാൽ ശാന്തിധാം ലേ ജാവോ. ഇവിടെ നിന്നും ഞങ്ങളെ ശാന്തിധാമത്തിലേക്ക് കൊണ്ടുപോകൂ. अब बाप से वर्षा मिलता है, टीचर से भी वर्षा मिलता है इस जन्म के लिए, बाकी ഗുരു സേ കുച്ച് ബി മിൽത്താ നഹി. അപ്പൊ ബാബ പറയാണ്, ഇപ്പൊ നമുക്ക് ബാബയിൽ നിന്നും സമ്പത്ത് ലഭിക്കും. അതായത് സാധാരണ ലോകത്തിൽ നോക്കുകയാണെങ്കിൽ അച്ഛനിൽ നിന്നും സമ്പത്ത് ലഭിക്കുമല്ലോ കുട്ടികൾക്ക്. കൂടാതെ ടീച്ചറിൽ നിന്നും സമ്പത്ത് ലഭിക്കും, അല്ലെ? ടീച്ചറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സമ്പത്താണ് പഠിപ്പ്. ആ പഠിപ്പിലൂടെ നമ്മൾ പഠിച്ച് നമുക്കൊരു പദവി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സമ്പാദ്യമാണ്. അപ്പോൾ അച്ഛനിലൂടെയും ടീച്ചറിലൂടെയും നമുക്ക് ഈ ജന്മത്തിൽ സമ്പത്ത് ലഭിക്കും. പക്ഷെ ബാബ പറയാണ്, ഗുരുവിൽ നിന്നും യാതൊന്നും ലഭിക്കില്ല എന്ന് ബാബ പറയാം. ടീച്ചർ സെ പഠിക്കർ കുച്ച് നാ കുച്ച് വർഷ പാത്തേ ഹേ, ടീച്ചർ ബനെ സുവിംഗ് ടീച്ചർ ബനെ ക്യോംകി ആജീവിക തോ ചാഹിയേ നാ. അപ്പൊ ബാബ പറയാണ്, ടീച്ചറിൽ നിന്ന് നമ്മൾ പഠിച്ച് എന്തെങ്കിലുമൊക്കെ പഠിച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് സമ്പാദ്യം നമുക്ക് ലഭിക്കും, അല്ലെ? സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിയും. ഒന്നല്ലെങ്കിൽ നമുക്ക് ടീച്ചറായിട്ട് തന്നെ മാറാം. ബാബ പറയാണ്, ഈ തയ്ക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടല്ലോ, അതുമായിട്ട് മാറാം. എന്തുകൊണ്ടാണെങ്കിൽ നമുക്ക് ഉപജീവന മാർഗമാകുമല്ലോ, അല്ലെ? ഒരു തയ്യൽ ടീച്ചറായ പിന്നെ എന്താണ്, നമുക്കൊരു ഉപജീവന മാർഗമാണത്. അപ്പൊ ടീച്ചറാകാം, അല്ലെങ്കിൽ തയ്യൽ ടീച്ചറാകാം, ഇതൊക്കെ ബാബ പറയാം. ബാപ്പ് കാ വർഷ ഹോത്തേ ഹുയേ ബി പഠിത്തേ ഹേ കി ഹം ബി അപ്നി കമായി കരേ. അതായത് അച്ഛനിൽ നിന്ന് സമ്പാദ്യം ലഭിക്കും, എന്നിട്ടും സ്വയം പഠിക്കും, അല്ലെ? നമുക്കറിയാം, ഓരോ എന്താ പറയാ കുടുംബങ്ങളിൽ നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അച്ഛനിൽ നിന്ന് സമ്പത്തിന്റെ അവകാശമുണ്ട്. അത് മാത്രമല്ല, കുട്ടികൾ എന്ത് ചെയ്യും? സ്വയം പഠിക്കും ചെയ്യും. അപ്പോൾ സ്വയം പഠിച്ചിട്ട് സ്വയം സമ്പാദിക്കാൻ സാധിക്കും, അച്ഛനിൽ നിന്നും സമ്പാദ്യം ലഭിക്കും ചെയ്യുമെന്ന് ബാബ പറയാം. ഗുരു സേ തോ കുച്ച് ബി കമായി ഹോത്തി നഹി. ഗുരുവിൽ നിന്നും ബാബ പറയുന്നത് യാതൊരു തരത്തിലുള്ള സമ്പാദ്യവും ലഭിക്കില്ല. ഹാ കോയി ഗീത ആദി അച്ചി രീതി പഠിക്കർ ഫിർ ഗീത പർ ഭാഷണാദി കർത്തേ ഹേ. ബാബ പറയാ, ഇങ്ങനൊരു സാധ്യതയുണ്ട്, അല്ലെ? ഗുരുക്കന്മാരിൽ നിന്നും ഗീതയൊക്കെ പഠിച്ച് ആ ഗീതയിൽ പ്രഭാഷണമൊക്കെ നടത്താം, അല്ലെ? അപ്പൊ അതും ഒരു ചെറിയ സമ്പാദ്യമാണ്. യഹ സബ് ഹേ അല്പകാല സുഖ കേലിയെ. പക്ഷെ ഇതൊക്കെ എത്ര നാളത്തേക്ക്? വളരെ കുറച്ച് സമയത്തെ സുഖത്തിന് വേണ്ടി മാത്രമാണ്, അല്ലെ? ബാബ പറയുന്നത് അതാണ്. അബ് തോ ഇസ് മൃത്യു ലോകുമേ ഹേ തോടാ സമയ. ഇപ്പൊ ബാബ പറയാണ്, ഈ മൃത്യു ലോകത്തിൽ ഇനി വളരെ കുറച്ച് സമയമേ ബാക്കിയുള്ളൂ. പുരാനി ദുനിയ കഥം ഹോനി ഹേ. അതായത് ഈ പഴയ ലോകം തീർച്ചയായിട്ടും അവസാനിക്കേണ്ടത് തന്നെയാണെന്ന് ബാബ പറയാണ്. തും ജാൻതേ ഹോ ഹം നയി ദുനിയ കി തക്ദീർ ബനാനെ ആയേ ഹേ, യഹ് പുരാനി ദുനിയ കഥം ഹോനി ഹേ. ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾക്കറിയാം നമ്മൾ ഇവിടെ എന്തിനാ വന്നിരിക്കുന്നത്? പുതിയ ലോകത്തേക്ക്, അല്ലെ? പുതിയ ലോകത്തേക്കുള്ള സമ്പാദ്യം അല്ലെങ്കിൽ ഭാഗ്യം ഉണ്ടാക്കാനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. കാരണം എന്താണ്? ഈ പഴയ ലോകം തീർച്ചയായിട്ടും അവസാനിക്കും. ബാപ്പ് കി വാ അപ്നി മിൽക്കിയത്ത് ബി ഭസ്മ ഹോ ജായേഗി. ഇവിടെയാണെങ്കിലോ അച്ഛനിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യമായാലും, അതായത് ലൗകിക അച്ഛനിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യമായാലും, അഥവാ ഇനി സ്വയം പരിശ്രമിച്ചിട്ടുണ്ടാക്കുന്ന സമ്പാദ്യമായാലും എല്ലാം ഭസ്മമാകും.
അതായത് ഈ പഴയ ലോകം തന്നെ അവസാനിക്കുമെന്ന് ബാബ പറയാം. ഹാത്ത് ഫിർ കാലി ഹോ ജായേഗ, അല്ലെ, അതായത് കാലിയാകും കൈയെന്ന് പറയാം, ഒന്നും തന്നെ ഉണ്ടാകില്ല. അബീതോ കമായി ചാഹിയെ നൈ ദുനിയാ കേ ലിയെ, ഇപ്പൊ നമ്മൾ സമ്പാദിക്കേണ്ടത് ബാബ പറയുന്നത് പുതിയ ലോകത്തിലേക്ക് വേണ്ടിയിട്ടാണെന്ന് ബാബ പറയാം. പുരാനി ദുനിയാക്കെ മനുഷ്യത്തോ വഹ് കരാ നഹി സക്കേങ്കെ, അതായത് പഴയ ലോകത്തിലുള്ള മനുഷ്യർക്കൊന്നും എങ്ങനെയാണ് പുതിയ ലോകത്തിലേക്ക് സമ്പാദ്യം ഉണ്ടാക്കുക, അത് ചെയ്യിപ്പിക്കാൻ മനുഷ്യർക്ക് സാധിക്കില്ല എന്ന് ബാബ പറയാം. നൈ ദുനിയാക്കേലിയെ കമായി കരാനെ വാലാഹേ ശിവബാബ, പുതിയ ലോകത്തിലേക്ക് സമ്പാദ്യം നമ്മളെ കൊണ്ട് ഉണ്ടാക്കിക്കുന്നത്, അല്ലെ, നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കുന്നത് ആരാണ്? ശിവബാബയാണ്. ശിവബാബയ്ക്ക് മാത്രമേ ഇവിടെ പഴയ ലോകത്തിൽ ഇരുന്നു കൊണ്ടും പുതിയ ലോകത്തിലേക്ക് വേണ്ടിയിട്ട് എങ്ങനെ സമ്പാദിക്കാം എന്ന് പറഞ്ഞു തരാനും ചെയ്യിപ്പിക്കാനും ശിവബാബയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അല്ലാതെ പഴയ ലോകത്തിലുള്ള യാതൊരു മനുഷ്യന്മാർക്കും അത് കഴിയില്ല എന്ന് ബാബ പറയാണ്. യഹാം തും നയി ദുനിയാ കെ ലിയെ തക്ദീർ ബനാനെ ആയേ ഹോ, വഹ് ബാപ്പ് ഹി തുമാര ബാപ്പ് ബി ഹേ ടീച്ചർ ബി ഹേ ഗുരു ബി ഹേ, അല്ലെ, ബാബ നമുക്ക് ആരൊക്കെയാണ്? അച്ഛനുമാണ്, ടീച്ചറുമാണ്, ഗുരുവുമാണ്. ഓർ വഹ് ആത്തെ ബി ഹേ സംഗം പർ, ബാബ ഏത് സമയത്താണ് വരുന്നത് ഇവിടേക്ക്? സംഗമ യുഗത്തിലാണ്. ഭവിഷ്യക്കേലിയെ കമായി കർണ സിക്കാത്തേ ഹേ, ബാബ സംഗമത്തിൽ വന്നിട്ട് ഭാവിയിലേക്കുള്ള സമ്പാദ്യം എങ്ങനെ നേടുമെന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അബ് ഇസ് പുരാനി ദുനിയാമേ തോടെ റോസ് ഹേ യഹ് ദുനിയാക്കെ മനുഷ്യ നഹി ജാൻതേ, ഇനി ഈ പഴയ ലോകത്തില് വളരെ കുറച്ച് സമയമേ ഉള്ളൂ, അല്ലെ, പക്ഷെ ഇത് ലോകത്തിലുള്ളവർക്ക് അറിയുന്നില്ല. കഹേങ്കെ നയി ദുനിയ ഫിർ കബ് ആയേഗി യഹ് ഗപ്പോട മാർനെ വാലേ ഹേ, അതായത് അവര് പറയും ഈ പുതിയ ലോകമൊക്കെ എപ്പോ വരാനാണ്, അല്ലെ, ലോകത്തിലുള്ളവർക്ക് അറിയില്ല ഈ പഴയ ലോകം ഇനി കുറച്ച് സമയമേ ബാക്കിയുള്ളൂ എന്നുള്ളത്. അപ്പൊ അവരെന്താ പറയാ? പുതിയ ലോകം എപ്പോ വരാനാണ്? ഈ ബ്രഹ്മകുമാരിമാര് ഇങ്ങനെ കെട്ടുകഥകളൊക്കെ ഉണ്ടാക്കുന്നവരാണ് എന്ന് പറയുമെന്ന് ബാബ പറയാം. ഏസേ സമജനെ വാലേ ബി ബഹുത്ത് ഹേ, ഇങ്ങനെ മനസ്സിലാക്കുന്നവരും ധാരാളമുണ്ട്. ബാപ്പ് കഹേങ്കെ നയി ദുനിയ സ്ഥാപൻ ഹോത്തി ഹേ, ബാബ പറയാണ് പുതിയ ലോകത്തിന്റെ സ്ഥാപന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബച്ച കഹേങ്കെ യഹ് ഗപ്പോടാ ഹേ, പക്ഷെ കുട്ടികൾ പറയും ഇതൊക്കെ കെട്ടുകഥകളാണെന്ന് പറയും. തും ബച്ചെ സമജത്തെ ഹോ നയി ദുനിയ കെ ലിയെ യഹ് ഹമാര ബാപ്പ് ടീച്ചർ സദ്ഗുരു ഹേ, നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട് പുതിയ ലോകത്തിലേക്ക് വേണ്ടിയിട്ട് ഇത് നമ്മളുടെ അച്ഛനും ടീച്ചറും സദ്ഗുരുവുമാണ്. ഈ 3 റോളും ബാബ വന്ന് ചെയ്യുകയാണ്. അപ്പൊ ബാബ വന്നിരിക്കുന്നത് ഈ പഴയ ലോകത്തിലൊരു സമ്പാദ്യം ഉണ്ടാക്കാനല്ല, അല്ലെ, പുതിയ ലോകത്തിലേക്കുള്ള സമ്പാദ്യം നമ്മൾക്ക് നേടിത്തരാണ് ബാബ. ബാപ്പ് ആത്തെ ഹി ശാന്തിദാം സുഖദാമേം ലേ ജാനെ, ബാബ വന്നിരിക്കുന്നത് തന്നെ എന്തിനാണ്? നമ്മൾ കുട്ടികളെ ശാന്തിധാമം സുഖധാമത്തിലേക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. കോയി തക്ദീർ നഹി ബനാത്തേ ഹേ ഗോയ കുച്ച് ബി സമജത്തെ നഹി, ഇനി ബാബ പറയാണ് ഇനി സമ്പാദ്യം, അതായത് ഭാഗ്യം ഉണ്ടാക്കാത്തവരാണെങ്കിൽ നമുക്ക് എന്താ മനസ്സിലാകുക? അവര് യാതൊന്നും തന്നെ മനസ്സിലാക്കുന്നില്ല, അല്ലെ, ബാബ പറയുന്ന കാര്യങ്ങള് മനസ്സിലാക്കുന്നില്ല, അതുകൊണ്ട് അവരവരുടെ ഭാഗ്യവും ഉണ്ടാക്കില്ല എന്ന് ബാബ പറയാണ്. एक ही घर में स्त्री पढ़ती है पुरुष नहीं पढ़ेंगे, बच्चे पढ़ेंगे माँ बाप नहीं पढ़ेंगे, അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ചില വീടുകളിൽ സ്ത്രീ മാത്രമായിരിക്കും ജ്ഞാനത്തിലുണ്ടായിരിക്കുക, പുരുഷനുണ്ടായിരിക്കില്ല. ചിലപ്പോഴാണെങ്കിലോ കുട്ടികൾ ജ്ഞാനത്തിലുണ്ടായിരിക്കും, അച്ഛനമ്മമാര് ജ്ഞാനത്തിലുണ്ടായിരിക്കില്ല. ऐसे होता रहता है, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. शुरू में कुटुंब के कुटुंब आए परंतु माया का तूफान लगने से ആശ്ചര്യവത് സുനന്ദി കദന്തി ബാപ്പു കോ ചോട് ചലേ ഗയേ, ബാബ പറയാണ് തുടക്കത്തിലൊക്കെ, അല്ല, ഈ യജ്ഞത്തിന്റെ ആരംഭ സമയത്തൊക്കെ ബാബ പറയാണ് കുടുംബം അടക്കാണ് വന്നിരുന്നത് ഈ ജ്ഞാനം കേൾക്കാൻ. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു? മായയുടെ കൊടുങ്കാറ്റ് അങ്ങോട്ട് അടിച്ചപ്പോ ബാബ ഇങ്ങനെ പറയാണ്, അതായത് ആശ്ചര്യത്തോടെ അവര് കേട്ടു, പറഞ്ഞു, പിന്നീട് ബാബയുടെ കൈ ഉപേക്ഷിച്ച് പോവാണ്, ബാബയെ വിട്ടിട്ട് പോയി. അതായത് മായ അത്രയും കൊടുങ്കാറ്റായിട്ട് വന്നു എന്ന് ബാബ പറയാണ്.
ഗായാ ഹുവാ ബി ഹേ ആശ്ചര്യവത് സുനന്ദി ബാപ്പ് കാ ബനേങ്കെ പടായി പടേങ്കെ ഫിർബി. അതായത് ഇങ്ങനെയും പാടിയിട്ടുണ്ട്. ആശ്ചര്യത്തോടെ കേട്ടു, ബാബയുടെ കുട്ടിയായിട്ട് മാറി, പഠിച്ചു, പഠിപ്പിച്ചു, ഇതെല്ലാം ഉണ്ടായി. പിന്നീട് അവസാനമാണ് എന്ത് സംഭവിക്കുന്നത്? ബാബയുടെ കൈ ഉപേക്ഷിച്ച് പോവാണ്, ബാബയെ വിട്ടു പോവാണ്. മായ കൊടുങ്കാറ്റായിട്ട് വരുമ്പോ ഹായ് കുതിരത്ത് ഡ്രാമാക്കി. അയ്യോ, അതായത് ഈ ഡ്രാമയുടെ ഭാവി എന്ന് പറയുമല്ലോ. ബാപ്പ് കുദ് കഹത്തെ ഹേ ഹായ് ഡ്രാമ ഹായ് മായ. ബാബ എന്താ പറയുന്നത്? അയ്യോ ഡ്രാമ, അയ്യോ മായ. ഡ്രാമ കി ഹി ബാത്ത് ഹുയീന. ഇത് ഡ്രാമയുടെ കാര്യമാണല്ലോ. സ്ത്രീ പുരുഷ് ഏക് ദോക്കോ ഡൈവേഴ്സ് ദേത്തേ ഹേ. അതായത് സ്ത്രീയും പുരുഷനും പരസ്പരം ഡൈവേഴ്സ് ആയിട്ടൊക്കെ മാറുന്നുണ്ടല്ലോ. ബച്ചെ ബാപ്പുക്കോ ഫർക്കത്തി ദേത്തേ ഹേ യഹാം തോ വഹ് നഹി ഹേ. അതായത് കുട്ടികളും അച്ഛനെ ഉപേക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് ബാബ പറയാ. യഹാം തോ ഡൈവേഴ്സ് ദേ നാസകെ. ഇവിടെ നമ്മൾക്ക് ഡൈവേഴ്സ് നൽകാൻ സാധിക്കില്ല എന്ന് ബാബ പറയാ. ബാപ്പ് തോ ആയേ ഹി ഹേ ബച്ചോം കോ സച്ചി കമായി കരാനെ. ബാബ വന്നിരിക്കുന്നത് തന്നെ കുട്ടികളെ സത്യമായ സമ്പാദ്യം ചെയ്യിപ്പിക്കാനാണ്. അതിനാണ് ബാബ വന്നിരിക്കുന്നത്. ബാപ്പ് തോടെ ഹി കിസ്കോ ഖടേമേ ഡാലേങ്കെ. ബാബ ഒരിക്കലും നമ്മളൊരു ബുദ്ധിമുട്ടിലേക്ക് തള്ളിയിടില്ലല്ലോ. ബാപ്പു തോഹേ ഹി പതീത് പാവൻ രഹംദിൽ. ബാബ പതീത പാവനനാണ്, ദയാഹൃദയനാണ്. ബാപ്പ് ആക്കർ ദുഃഖ് സെ ലിബറേറ്റ് കർത്തേ ഹേ ഓർ ഗൈഡ് ബൻ സാത്ത് ലേ ജാനെ വാലേ ഹേ. അതായത് ബാബ വന്ന് ദുഃഖത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുകയാണ് അല്ലെ. അതുപോലെ ബാബ ഗൈഡായിട്ട് മാറി നമ്മളെ കൂടെ കൊണ്ടുപോവുകയാണ് അല്ലെ. അതായത് ബാബ വന്ന് നമ്മളെ ദുഃഖത്തിൽ നിന്ന് മുക്തി ഇത് മോചിപ്പിക്കുന്നുണ്ട്. അത് കൂടാതെ ഗൈഡായി മാറി, വഴികാട്ടിയായി മാറി നമ്മളെ കൂടെ കൊണ്ടുപോകുന്നുണ്ട് ബാബ. ऐसे कोई लौकिक गुरु नहीं कहेंगे कि मैं तुमको साथ ले जाऊंगा. അതായത് ലൗകികത്തിലുള്ള ഒരു ഗുരു ഒരിക്കലും, ഗുരുക്കന്മാര് ഒരിക്കലും ഇങ്ങനെ പറയില്ല, ഞാൻ നിങ്ങളെ കൂടെ കൊണ്ടുപോകാം എന്നുള്ള വാക്ക് ലൗകികത്തിലെ ഒരു ഗുരുക്കന്മാരും പറയില്ല എന്ന് ബാബ പറയാം. ऐसे ഗുരു കബി ദേക്ക കബി സുന. ബാബ ചോദിക്കാണ്, അങ്ങനെയുള്ള ഒരു ഗുരുവിനെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അതായത് നമ്മളെ കൂടെ കൊണ്ടുപോകാം എന്ന് പറയുന്ന ഒരു ഗുരുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതോ അതുപോലെ തന്നെ അങ്ങനെ ഒരു ഗുരുവിനെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ബാബ ചോദിക്കാം. ഗുരു ലോകോം സേ തും പൂച്ചോ ഇത്തനെ ആപ്കെ ജോ ഫോളോവേഴ്സ് ഹേ തും ശരീർ ചോട് ജായേങ്കെ ഫിർ ക്യാ ഇൻ ഫോളോവേഴ്സ് കോ ബി സാത്ത് ലേ ജായേങ്കെ. ബാബ പറയാണ്, ഗുരുക്കന്മാരുണ്ടല്ലോ അവരോട് നിങ്ങൾ ചോദിക്കും, അതായത് താങ്കൾക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടല്ലോ, അഥവാ നിങ്ങളിപ്പോ ശരീരം ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ, ബാബ ചോദിക്കാണ്, ഈ ഇത്രയും ശിഷ്യന്മാരുണ്ടല്ലോ, നിങ്ങൾ ആ ശിഷ്യന്മാരെയൊക്കെ കൂടെ കൊണ്ടുപോകുമോ എന്ന് നമ്മളോട് ഗുരുക്കന്മാരോട് ചോദിക്കാൻ പറയാണ് ബാബ. ऐसे तो कभी कोई नहीं कहेंगे कि मैं ഫോളോവേഴ്സ് കോ സാത്ത് ലേ ജാവൂങ്കാ. ബാബ പറയാണത്, ഒരു ഗുരുക്കന്മാരും ഇങ്ങനെ പറയില്ല, ഞാൻ എൻ്റെ ഫോളോവേഴ്സ്, എൻ്റെ ശിഷ്യന്മാരെയും കൂടെ കൊണ്ടുപോകും എന്ന് ഒരു ഗുരുക്കന്മാർക്കും പറയാൻ സാധിക്കില്ല. കൂടെ കുട്ടികളെ ഞാൻ ഒരുമിച്ച് എൻ്റെ കൂടെ കൊണ്ടുപോകും എന്ന് പറയുന്നത് ഒരേയൊരു ബാബ മാത്രമാണ്. യഹ്തോ ഹോ നാ സകെ. അതായത് സാധാരണ ഗുരുക്കന്മാർക്ക് കൂടെ കൊണ്ടുപോകാം എന്ന് പറയാൻ സാധിക്കില്ല. കബി കോയി കഹ്നാ സകെ കി മേ തും സബ്കോ നിർവാൺ ധാം വാ മുക്തി ധാം മേ ലേ ജാവൂങ്ക. അതായത് ഒരിക്കലും ഇത് ആർക്കും പറയാൻ സാധിക്കില്ല, ഞാൻ നിങ്ങൾ കുട്ടികളെ, അതായത് നിങ്ങളെ എല്ലാവരെയും നിർവാണധാമം അഥവാ മുക്തിധാമത്തിലേക്ക് കൊണ്ടുപോകാം, കൂടെ കൊണ്ടുപോകാമെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല എന്ന് ബാബ പറയാം. ऐसा प्रश्न कोई पूछ भी ना सके कि हमको आप साथ ले जाएंगे. ബാബ പറയാണ്, അതായത് ഇങ്ങനെയും നമുക്ക് ആരോടും ചോദിക്കാനും കഴിയില്ല, അതായത് താങ്കൾ ഞങ്ങളെയും കൂടെ കൊണ്ടുപോകുമോ എന്ന് നമുക്ക് ഒരു ഗുരുക്കന്മാരോടും ചോദിക്കാനും സാധിക്കില്ല. ശാസ്ത്രോമേം ഹേ ഭഗവാനുവാജ് മേ തുംകോ ലേ ജാവൂങ്ക. അതായത് ശാസ്ത്രത്തിലുണ്ട്, ഭഗവാനുവാചയാണ്, ഞാൻ നിങ്ങൾ കുട്ടികളെ കൂടെ കൊണ്ടുപോകും.
മച്ചരോം സദൃശ്യ സബ് ജാത്തേ ഹെ, അല്ലെ കൊതുകിൻ കൂട്ടത്തെ പോലെ എല്ലാവരും ബാബയോടൊപ്പം പോകും. സത്യയുഗമേത്തോ മനുഷ്യത്തോടെ ഹോത്തേ ഹെ, സത്യയുഗത്തില് വളരെ കുറച്ച് മനുഷ്യരെ ഉണ്ടാകൂ. ശരീർ ചോട് ബാക്കി ആത്മായേം ഹിസാബ് കിതാബ് ചുക്തു കർ ചലി ജായേങ്കി, അതായത് ശരീരം ഉപേക്ഷിച്ച് ബാക്കി എല്ലാ ആത്മാക്കളും തന്റെ കണക്കുകളെല്ലാം അവസാനിപ്പിച്ചിട്ട് തിരിച്ചു പോകും. ഭാഗന സരൂർ ഹെ ഇത്തിനെ മനുഷ്യ രഹ് നാ സകേ, അതായത് ബാബ പറയുന്നത് ഇത്രയും മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല, അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും തിരിച്ചു പോകേണ്ടതുണ്ട്. തും ബച്ചേ അച്ചി രീതി ജാൻതേ ഹോ അബി ഹംകോ ജാനാ ഹെ ഗർ. ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഇപ്പൊ മനസ്സിലായി, അതായത് നമ്മൾക്ക് ഇപ്പോൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകണം, അല്ലെ? നമ്മൾ ആത്മാക്കളാണ്, നമ്മൾ ആത്മാക്കൾക്ക് തിരിച്ച് നമ്മൾ ആത്മാക്കളുടെ വീടായ ശാന്തിധാമത്തിലേക്ക് ഇപ്പോൾ തിരിച്ചു പോകണം. യഹ് ശരീരത്തോ ചോടനാഹേ, ഈ ശരീരത്തെ ഉപേക്ഷിക്കണം. ആപ്പ് മുയേ മർ ഗയേ ദുനിയ, അതായത് താങ്കൾ മരിച്ചാൽ ലോകവും മരിച്ചു എന്ന് പറയുമല്ലോ. ആപ്പിനെക്കോ സിർഫ് ആത്മാ സമജ് ബാപ്പുക്കോ യാദ് കർണാഹേ. ബാബ പറയാണ്, സ്വയത്തെ നമ്മള് ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുക. യഹ് പുരാന ചോലാത്തോ ചോടനാഹേ, ഈ പഴയ വസ്ത്രം, അതായത് ഈ ശരീരത്തെയാണ് ബാബ പറയുന്നത്, ഈ പഴയ വസ്ത്രം നമുക്ക് തീർച്ചയായിട്ടും ഉപേക്ഷിക്കണമെന്ന് ബാബ പറയാം. യഹ് ദുനിയാബി പുരാനി ഹേ, ഈ ലോകവും പഴയതാണ്. ജൈസെ പുരാനെ ഘർ में बैठे हुए नए घर सामने तैयार होता रहता है तो समझेंगे हमारे लिए बन रहा है. ബാബ പറയാണ്, ഇപ്പോ എങ്ങനെയാണോ ഈ പഴയ വീട്ടില് നിങ്ങൾ ഇരിക്കുകയാണ്, അവിടെ ഇരുന്നു കൊണ്ട് പുതിയ വീട് മുന്നിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അറിയാം, അല്ലെ? നമ്മൾ മനസ്സിലാക്കും, ഈ വീട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെ, തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. പഴയ വീട്ടിലിരുന്നു കൊണ്ട് നേരെ നമ്മൾ പുതിയ വീട് ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ, ഈ പുതിയ വീട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന്. ബുദ്ധി ചലി ജായേഗി നയേ ഗർ തരഫ്. അപ്പൊ നമുക്ക് ബുദ്ധിയോഗം എവിടേക്കായിരിക്കും? പഴയ വീട്ടിലാണ് ഇരിക്കുന്നതെങ്കിലും സദാ നമ്മുടെ ബുദ്ധിയോഗം പുതിയ വീട്ടിലേക്ക് തന്നെയായിരിക്കും. ഇസ്മേം യഹ് ബനാവോ യഹ് കരോ മമത്വ സാരാ പുരാനാസെ മിട്ടാക്കർ നയേമേം ജൂട്ട് ജാത്തേ ഹെ, അതായത് അതിൽ ഇങ്ങനെ ഉണ്ടാക്കൂ, ഇങ്ങനെയൊക്കെ ചെയ്യൂ എന്ന് പറഞ്ഞ് നമ്മൾ അഭിപ്രായങ്ങളും പറയുമല്ലോ പുതിയ വീടുണ്ടാക്കുമ്പോൾ. ബാബ പറയുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പഴയ ലോകത്തിൽ നിന്നും നിങ്ങൾ മുഴുവൻ മമത്വവും ഇല്ലാതാക്കി പുതിയ ലോകത്തിലേക്ക്, അല്ലെ, പുതിയ ലോകത്തിലേക്കായിരിക്കണം നമ്മളുടെ ബുദ്ധിയോഗം യോജിപ്പിക്കേണ്ടതെന്ന് ബാബ പറയാം. വഹ ഹുയി ഹദ് കി ബാത്ത്, ബാബ പറയുന്നത് അത് എന്ന് പറയുന്നത് സാധാരണ ഒരു കാര്യം. ബാബ ഇപ്പൊ പറഞ്ഞത് പരിധിയുള്ള കാര്യമാണ്. അപ്പൊ ഇതും അതുപോലെ തന്നെയാണല്ലോ, പരിധിയില്ലാത്ത കാര്യമാണ് ബാബ പറയുന്നത്. പുരാനി ദുനിയാസെ മമത്വ മിട്ടാനാ ഹേ ഓർ നയി ദുനിയാമേ ലഗാനാ ഹേ, ഈ പഴയ ലോകത്തിൽ നിന്നും നമ്മൾ മമത്വം ഉപേക്ഷിക്കുക തന്നെ വേണം. കാരണം നമുക്കറിയാം ഈ പഴയ ലോകം തീർച്ചയായിട്ടും അവസാനിക്കും, അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇതിലുള്ള മമത്വം നമ്മൾ ഉപേക്ഷിക്കുക. നമ്മളുടെ ബുദ്ധിയോഗം എവിടെ വെക്കണം? പുതിയ ലോകത്തിലേക്ക്, അല്ലെ? അവിടെയാണ് ബുദ്ധിയോഗം വേണ്ടത്. ജാൻതേ ഹേ യഹ് പുരാനി ദുനിയാത്തോ കദം ഹോ ജാനി ഹേ നയി ദുനിയാ ഹേ സ്വർഗ്, അതായത് നമുക്കറിയാം ഈ പഴയ ലോകം അവസാനിക്കാനുള്ളതാണ്, പുതിയ ലോകത്തെയാണ് പറയുന്നത് സ്വർഗമെന്ന്. ഉസ്മേം ഹം രാജായി പദ് പാത്തേ ഹേ, ആ പുതിയ ലോകത്തില് അഥവാ സ്വർഗത്തില് നമ്മള് രാജ്യ പദവിയാണ് നേടുന്നത്. ജിത്തന യോഗമേ രഹേങ്കെ ജ്ഞാൻ കി ധാരണ കരേങ്കെ ഓരോം കോ സമജായേങ്കെ ഉത്തന ഖുശി കാ പാര ചടേഗ. ബാബ പറയുന്നത്, നിങ്ങൾ എത്രമാത്രം യോഗത്തിലിരിക്കുന്നുവോ, ജ്ഞാനത്തിന്റെ ധാരണ എത്രമാത്രം ചെയ്യുന്നുവോ, അതുപോലെ മറ്റുള്ളവർക്കും എത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുവോ അത്രയും സന്തോഷം നിങ്ങൾക്ക് ഉയരുമെന്ന് ബാബ പറയാം. അതായത് നമ്മൾ ജ്ഞാനത്തിന്റെ പോയിന്റ്സ് ധാരണ ചെയ്യുക, അതുപോലെ യോഗത്തിലിരിക്കുക, പിന്നെ നമ്മൾ എന്താണോ നമുക്ക് ലഭിച്ചിട്ടുള്ള ജ്ഞാനം അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെയധികം സന്തോഷം ഉയരുമെന്ന് ബാബ പറയാം. ബഡാ ബാരി ഇംതിഹാൻ ഹേ, അതായത് ഇത് വളരെ വലിയ പരീക്ഷ തന്നെയാണ്.
ഹം സ്വർഗ കാ 21 ജന്മ കേ ലിയെ വർഷ പാ രഹേ ഹെ. നമ്മള് സ്വർഗത്തിലേക്ക് 21 ജന്മത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സമ്പാദ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സാഹുകാർ ബന്നാത്തോ അച്ഛാ ഹേന, അതായത് സമ്പത്തുള്ള ആളായി മാറുക അല്ലെ, ധനവാനായിട്ട് മാറുക എന്നുള്ളത് നല്ല കാര്യമല്ലേ എന്ന് ബാബ ചോദിക്കാം. ബഡി ആയു മിലിത്തോ അച്ഛാ ഹേന, അതുപോലെ നല്ല ആയുസ് ലഭിക്കുക അല്ലെ, സമ്പത്തും ആയുസ്സും ഒക്കെ ലഭിക്കുമ്പോൾ നല്ല കാര്യമല്ലേ എന്ന് ബാബ പറയാം. സൃഷ്ടി ചക്രക്കോ യാദ് കരേങ്കെ ജിത്തന ജോ ആപ് സമാൻ ബനായേങ്കെ ഉത്തന ഫായദ ഹെ. അതായത് സൃഷ്ടി ചക്രത്തെയും നമ്മൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ നമ്മൾ എത്ര പേരെ ബാബയ്ക്ക് സമാനമാക്കി മാറ്റുന്നുവോ അത്രയും ഗുണകരമാണെന്ന് ബാബ പറയാണ്. രാജ ബന്നാ ഹേ തോ പ്രജാബി ബനാനി ഹേ. അപ്പൊ നിങ്ങൾക്ക് രാജാവായിട്ട് മാറണോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രജകളെയും ഉണ്ടാക്കണല്ലോ. അതാണ് ബാബ പറയുന്നത്. പ്രദർശിനി മേം ഇത്തനെ ഡറാത്തെ ഹേ വഹ സാരി പ്രജ ബൻതി ജായേങ്കി ക്യോंकि इस അവിനാശി ജ്ഞാൻ കാ വിനാശ് തോ ഹോത്താ നഹി ഹേ. അപ്പൊ ബാബ പറയണ ഇപ്പൊ പ്രദർശിനി വെക്കുകയാണെങ്കിൽ അവിടെ ധാരാളം പേര് വരും അല്ലെ, ഒരുപാട് പേര് പ്രദർശിനിയിൽ വരും. ബാബ പറയുന്നത് അവരെല്ലാവരും ആരായിട്ട് മാറും, പ്രജകളായിട്ടാണ് മാറുന്നത്. എന്തുകൊണ്ടാണ്? ഈ അവിനാശിയായിട്ടുള്ള ജ്ഞാനമുണ്ടല്ലോ, അതൊരിക്കലും വിനാശം സംഭവിക്കില്ല. അതായത് പ്രദർശിനിയിലെ ജസ്റ്റ് ഒന്ന് കേട്ട് പോയാൽ മാത്രം മതി സ്വർഗത്തിലെ പ്രജയായിട്ട് മാറാം. അതാണ് ബാബ പറയുന്നത്, ഈ ജ്ഞാനം ഒന്ന് കേട്ടാൽ മതി, അതിന് നാശം ഒരിക്കലും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അങ്ങനെയാവുമ്പോ പ്രജകൾ അത്രയും ഉണ്ടായിരിക്കുമല്ലോ. അതാണ് ജ്ഞാനം ഒരിക്കലും നശിക്കില്ല. ജ്ഞാനം കേട്ടിട്ടുണ്ടെങ്കിൽ ബാബ പറയുന്നത് പ്രജയിലേക്ക് വരാം. ബുദ്ധിമേം ആ ജായേഗ പവിത്ര ബൻ പവിത്ര ദുനിയാക്ക മാലിക് ബന്നാഹേ. ബുദ്ധിയിൽ വരും നമുക്ക് എന്താണ്, പവിത്രമായിട്ട് മാറി പവിത്ര ലോകത്തിന്റെ അധികാരിയായിട്ട് മാറണം എന്നുള്ളത്. പുരുഷാർത്ഥ് ജാസ്തി കരേങ്കെ തോ പ്രജാമേം ഊഞ്ച് പത് പായെങ്കെ. പുരുഷാർത്ഥം നമ്മൾ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ, കൂടുതൽ ചെയ്യുകയാണെങ്കിൽ പ്രജയിൽ തന്നെ നമുക്ക് ഉയർന്ന പദവി നേടാൻ സാധിക്കും. നെഹീതോ കം ദർജ് വാലി പ്രജ ബനേങ്കെ. ഇല്ലെങ്കിൽ ബാബ പറയുന്നത് അധികം എന്താ പറയാ പൈസയൊന്നുമില്ലാത്ത ഒരു പ്രജയായിട്ട് മാറും. ഇല്ലെങ്കിൽ പ്രജയിൽ തന്നെ ധനവാനായിട്ട് മാറും. എങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്യുകയാണെങ്കിൽ. ഇല്ലെങ്കിൽ വളരെ കുറവേ ലഭിക്കുകയുള്ളൂ എന്ന് ബാബ പറയാം. നമ്പർ വാർ തോ ഹോത്തേ ഹേന. കാരണം അതിലും നമ്പർ വാർ ഉണ്ട് അല്ലെ. പ്രജയിൽ തന്നെ ധനികനായ പ്രജയും ദരിദ്രനായ പ്രജയും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. അതാണ് ബാബ പറയുന്നത്. രാമരാജ്യക്ക് സ്ഥാപന ഹോ രഹി ഹേ. ഇപ്പോ രാമരാജ്യത്തിന്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവൺ രാജ്യ കാ വിനാശ് ഹോ ജായേഗ സത്യുഗ് മേ തോ ഹോങ്കേ ഹി ദേവതായേ. ഇപ്പൊ രാവണ രാജ്യത്തിന്റെ വിനാശം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. പിന്നീട് സത്യയുഗത്തിൽ ആരായിരിക്കും? ദേവതമാര് മാത്രമായിരിക്കുമെന്ന് ബാബ പറയാം. ബാബാനെ സമജായാ ഹേ യാദ് കി യാത്രാ സേ തും സദോ പ്രധാൻ ദുനിയാ കെ മാലിക് ബനേങ്കെ. ബാബ പറയുന്നത്, ബാബ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ്? ഓർമ്മയുടെ യാത്രയിലൂടെയാണ് നിങ്ങൾ കുട്ടികൾ സദോ പ്രധാന ലോകത്തിലേക്കുള്ള അധികാരിയായിട്ട് മാറുന്നത് അല്ലെ. സദോ പ്രധാന ലോകം എന്ന് പറഞ്ഞാൽ സത്യയുഗം. സത്യയുഗത്തിലേക്ക് അധികാരിയായിട്ട് മാറാൻ നമുക്ക് എന്ത് വേണം? ഓർമ്മയുടെ യാത്ര അല്ലെ. ബാബയുടെ ഓർമ്മയുടെ യാത്ര വേണം. മാലിക് തോ രാജ പ്രജ സബ് ഹോത്തേ ഹേ. അതായത് അധികാരികള്, ഇപ്പൊ പുതിയ ലോകത്തിന്റെ അധികാരി എന്ന് പറയുമ്പോ അതില് രാജാവും പ്രജകളും എല്ലാം ഉണ്ടായിരിക്കും. കാരണം എല്ലാവരും അവിടെ അധികാരികൾ തന്നെയാണ്. പ്രജാബി കഹേങ്കെ ഭാരത് ഹമാര സബ്സെ ഊഞ്ചാ ഹേ. പ്രജകളും പറയും ഭാരതം എല്ലാത്തിലും വെച്ച് ഉയർന്നതാണ് എന്ന് പറയും. ബരോബർ ഭാരത് ബഹുത് ഊഞ്ചാ ദാ അഭി തോടെ ഹി ഹേ ധാ ജരൂർ. അതായത് ബാബ പറയുന്നത് ഈ ഭാരതം തീർച്ചയായിട്ടും വളരെ ഉയർന്നത് തന്നെയായിരുന്നു. ഇപ്പൊ പക്ഷെ ഒന്നുമില്ല എന്ന് പറയാം. പക്ഷെ വീണ്ടും അത് തീർച്ചയായിട്ടും ആയിത്തീരും. അത്രയും ഉയർന്നതായിട്ട് മാറും ഭാരതം. അബീതോ ബിൽക്കുൽ ഹി ഗരീബ് ഹോ ഗയാ ഹേ. അതായത് ഇപ്പോഴാണെങ്കിലോ മൊത്തമായിട്ടും അത്രയ്ക്കും ദരിദ്രമായിട്ടിരിക്കുകയാണെന്ന് ബാബ പറയാം.
പ്രാചീൻ ഭാരത് സബ്സെ സാഹൂകാർ ഥാ. അതായത് പ്രാചീന ഭാരതം ഏറ്റവും എന്താണ് സമ്പന്നമായിരുന്നു. തും ജാൻതേ ഹോ ബരോബർ ഹം ഭാരതവാസി സബ്സെ ഊഞ്ച് ദേവി ദേവത കുൽ കെ ദേ. ബാബ പറയാണ്, നിങ്ങൾക്കറിയാം ഇപ്പോൾ നമ്മൾ ഭാരതവാസികൾ ഏറ്റവും ഉയർന്ന ദേവി ദേവത കുലത്തിലേതായിരുന്നു. ആ ദേവി ദേവത കുലം എവിടെയായിരുന്നു? ഭാരതത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഭാരതവും വളരെ ഉയർന്ന സമ്പന്നമായിരുന്നു. ദൂസരെ കോയിക്കോ ദേവത നഹി കഹാ ജാത്തെ. വേറെ ആരെയും ദേവത എന്ന് പറയില്ല. അബ് തും ബച്ചിയാ യഹ് പഠ്തി ഹോ ഫിർ ആരോം കോ സമജാനാ ഹെ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾ ഇവിടെ പഠിക്കുകയാണല്ലോ, ഇനി വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യണം? മറ്റുള്ളവരെയും പഠിപ്പിക്കണം, മനസ്സിലാക്കി കൊടുക്കണം. ഇതെല്ലാം മനുഷ്യോം കോ സമജാന തോ ഹേന. അതായത് മനുഷ്യർക്കും ഇതെല്ലാം മനസ്സിലാക്കി കൊടുക്കണമല്ലോ. തുമാരെ പാസ് ചിത്ര ബി ഹേ, തും സിദ്ധ് കർ ബത്തലാ സക്തേ ഹോ ഇനോനെ യഹ് പദ് കൈസേ പായ. ബാബ പറയാണ്, നിങ്ങൾ കുട്ടികളുടെ അടുത്ത് ചിത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ ലക്ഷ്മി നാരായണന്റെ ചിത്രമൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഈ ലക്ഷ്മി നാരായണൻ എങ്ങനെ ഇങ്ങനെയുള്ള പദവി നേടി. ഈ കാര്യം നമ്മൾക്ക് നല്ല രീതിയിൽ തെളിയിച്ച് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമെന്ന് ബാബ പറയാണ്. ആകെ അക്ഷരെ തും സിദ്ധ് കർ സക്തേ ഹോ. അതായത് എന്താണ് ഡേറ്റും എന്താ പറയുക തീയതിയും ഡേറ്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് സഹിതം നിങ്ങൾക്ക് അല്ലെ, ഇന്ന സമയത്തായിരുന്നു ഇവർ ലക്ഷ്മി നാരായണന്മാരായിരുന്നത്, ഇന്ന ഡേറ്റ് മുതലാണ് എന്നുള്ളതൊക്കെ തെളിയിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുമെന്ന് ബാബ പറയാ. അബ് ഫിർസേ യഹ് പദ പാരഹേ ഹേ ശിവബാബാസേ. ഇപ്പൊ വീണ്ടും ഈ പദവി നേടിക്കൊണ്ടിരിക്കുകയാണ് ശിവബാബയിലൂടെ അല്ലെ. അതായത് ലക്ഷ്മി നാരായണന്മാര് പിന്നെ ജന്മം എടുത്തെടുത്ത് വീണ്ടും പതീതമായി മാറിയല്ലോ. ഇപ്പൊ വീണ്ടും അവര് ആ പദവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതും ശിവബാബയിലൂടെ എന്ന് ബാബ പറയാ. അതായത് ബാബ തരുന്ന ജ്ഞാനത്തിലൂടെയാണല്ലോ. ഉൻകാ ചിത്ര ബി ഹേ. അതായത് ശിവബാബയുടെയും ചിത്രമുണ്ട് എന്ന് ബാബ പറയാണ്. ശിവ ഹേ പരംപിത പരമാത്മ. അതായത് ഭഗവാൻ ശിവൻ എന്ന് പറയുന്നത് പരംപിത പരമാത്മാവാണ്. ബാപ്പ് കഹത്തെ ഹേ ബ്രഹ്മ ദ്വാര തുംകോ योग बल से 21 ജന്മ കാ വർഷ മിൽത്താ ഹേ. ബാബ പറയാണ്, ബ്രഹ്മാവിലൂടെ നിങ്ങൾ കുട്ടികൾക്ക് യോഗബലത്തിലൂടെ 21 ജന്മത്തിലേക്കുള്ള സമ്പത്ത് ലഭിക്കുകയാണ്. സൂര്യവംശി ദേവി ദേവത വിഷ്ണുപുരി കെ തും മാലിക് ബൻ സക്തേ ഹോ. അതായത് സൂര്യവംശി ദേവി ദേവതമാര്, അതായത് അതുപോലെ വിഷ്ണുപുരിയുടെ അവകാശികൾ അല്ലെ. സൂര്യവംശി ദേവി ദേവതമാര് വിഷ്ണുപുരിയുടെ അവകാശികൾ, അതായത് അധികാരികളായിട്ട് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മാറാൻ സാധിക്കും. ശിവബാബ ദാദാ ബ്രഹ്മ ദ്വാര യഹ് വർഷ ദേ രഹേ ഹേ. അതായത് ശിവബാബ ദാതയായ ബ്രഹ്മാവിലൂടെയാണ് നിങ്ങൾ കുട്ടികൾക്ക് ഈ സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത്. പഹലെ ഇൻകി ആത്മാ സുൻതി ഹേ ആത്മാ ഹി ധാരൺ കർത്തി ഹേ. അപ്പൊ ആദ്യം ശിവബാബ പറയുന്ന കാര്യങ്ങൾ ആദ്യം കേൾക്കുന്നത് ആരാണ്? ബ്രഹ്മബാബയാണ്. ബ്രഹ്മബാബ അതായത് ബ്രഹ്മബാബയുടെ ആത്മാവാണ് ഇത് ആദ്യം കേൾക്കുന്നത്. ആ ആത്മാവ് ഇത് കേട്ട് ആ ആത്മാവ് ഇത് ധാരണ ചെയ്യുന്നു. മൂൽ ബാത്ത് തോ ഹേ ഹി യഹ്. അതായത് ഇതാണ് മുഖ്യമായ കാര്യമെന്ന് ബാബ പറയാ. ചിത്രത്തോ ശിവ കാ ദിക്കാത്തേ ഹേ. അതായത് ശിവഭഗവാന്റെ ചിത്രവും കാണിക്കുന്നുണ്ട്. യഹ് ചിത്ര പരംപിത പരമാത്മാ ശിവ കാ ഹേ. ഈ ചിത്രം പരംപിത പരമാത്മാവായ ശിവഭഗവാന്റേതാണ്. ബ്രഹ്മ വിഷ്ണു ശങ്കർ ഹേ സൂക്ഷ്മവദൻ കെ ദേവതായേ. അതായത് സൂക്ഷ്മവദനത്തിലെ ദേവതമാരാണ് ബ്രഹ്മാവും വിഷ്ണുവും ശങ്കരനും. പ്രജാപിത ബ്രഹ്മാത്തോ ജരൂർ യഹാം ചാഹിയെ. പക്ഷെ പ്രജാപിത ബ്രഹ്മാവ് അത് എവിടെയാണ്? തീർച്ചയായിട്ടും ഇവിടെ തന്നെയാണ്, ഈ സാകാര ലോകത്തിൽ തന്നെയാണ് പ്രജാപിത ബ്രഹ്മാവ്. പ്രജാപിത ബ്രഹ്മ കെ ബച്ചേ ബ്രഹ്മ കുമാർ കുമാരിയാം ഡേർ ഹേ. അതായത് പ്രജാപിത ബ്രഹ്മാവിന്റെ കുട്ടികളുണ്ടല്ലോ, അവരെയാണ് എന്ത് പറയുന്നത്? ബ്രഹ്മകുമാർ ബ്രഹ്മകുമാരിമാർ. ഇവരൊരുപാടുണ്ട്. ജബ് തക് ബ്രഹ്മ കെ ബച്ചേ നാ ബനെ തോ ബ്രാഹ്മൺ നാ ബനെ.
तो शिव बाबा से वर्षा कैसे लेंगे? ഏതുവരെ പ്രജാപിത ബ്രഹ്മാവിന്റെ കുട്ടികളായിട്ട് നിങ്ങൾ മാറുന്നില്ലയോ അതുവരെ ബ്രാഹ്മണനായിട്ട് മാറാൻ സാധിക്കില്ല അല്ലെ. ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ബ്രഹ്മമുഖ വംശാവലിയിലൂടെ കുട്ടികളായിരിക്കണം അല്ലെ. അതായത് പ്രജാപിത ബ്രഹ്മാവിന്റെ കുട്ടികളാകുമ്പോഴാണ് ബ്രാഹ്മണനാകുന്നത്. ബ്രാഹ്മണനായി മാറിയാലേ ശിവബാബയിൽ നിന്നും സമ്പത്ത് എടുക്കാനും സാധിക്കുള്ളൂ. അതാ ബാബ പറയുന്നത്, ഏതുവരെ നിങ്ങൾ പ്രജാപിത ബ്രഹ്മാവിന്റെ കുട്ടികളാകുന്നില്ലയോ അതുവരെ നിങ്ങൾ എങ്ങനെ ബ്രാഹ്മണനാകും, എങ്ങനെ നിങ്ങൾ ശിവബാബയിൽ നിന്നും സമ്പത്ത് എടുക്കും എന്ന് ബാബ ചോദിക്കാം. കുഗി പൈദായിസ് തോ ഹോ നാസകെ, അതായത് കുഗവംശാവലി ബ്രാഹ്മണരുണ്ടല്ലോ അവർക്ക് എന്തായാലും സമ്പത്ത് എടുക്കാൻ സാധിക്കില്ല. ഗായാബി ജാതാഹേ മുഗ് വംശാവലി അല്ലെ, മുഖവംശാവലിയാണ്. അതായത് ശിവബാബ ബ്രഹ്മബാബയിൽ അവതരിച്ച് ബ്രഹ്മബാബയുടെ മുഖത്തിലൂടെ അല്ലെ ആ മുഖവംശാവലിയിൽ ഉണ്ടായിട്ടുള്ള കുട്ടികളാണ് നമ്മളെല്ലാവരും. അപ്പൊ കുഗവംശാവലി ബ്രാഹ്മണർക്ക് സമ്പത്തെടുക്കാൻ സാധിക്കില്ല, മുഖവംശാവലി കുട്ടികൾക്കാണ് സമ്പത്തെടുക്കാൻ സാധിക്കുക. തും കഹേങ്കെ ഹം പ്രജാപിത ബ്രഹ്മാക്കി മുഖവംശാവലി ഹേ, നിങ്ങൾ കുട്ടികൾ എന്താ പറയാ, ഞങ്ങള് പ്രജാപിത ബ്രഹ്മാവിന്റെ മുഖവംശാവലി കുട്ടികളാണ്. വഹു ഗുരുവോം കെ ഫോളോവേഴ്സ് ഹോത്തെ ഹെ, യഹാം തും ഏക് കോ ഹി ബാപ്പ് ടീച്ചർ സദ്ഗുരു കഹത്തെ ഹെ. അതായത് ലോകത്തിൽ നോക്കുകയാണെങ്കിൽ ഗുരുക്കന്മാർക്കൊക്കെ അനേകം ശിഷ്യന്മാരൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ബാബ പറയുന്നത് നിങ്ങൾ അതായത് ഒരേ ഒരാളെ ഉള്ളൂ ഇവിടെ, അതായത് അച്ഛനും ടീച്ചറും സദ്ഗുരുവുമായിട്ട് ഒരേ ഒരാൾ, ആ ഒരേ ഒരാളെ തന്നെയാണ് നമ്മൾ കുട്ടികൾ അച്ഛനെന്നും ടീച്ചറെന്നും സദ്ഗുരു എന്നും വിളിക്കുന്നത് അല്ലെ. തോബി ഇൻകോ നെഹി കഹത്തെ ഹോ നിരാകാർ ശിവബാബ ബി ഹേ, അതായത് ശിവബാബ നിരാകാരനാണ്. ജ്ഞാൻ കാ സാഗർ ഹേ, ജ്ഞാനത്തിന്റെ സാഗരനുമാണ്. സൃഷ്ടി കെ ആദി മധ്യ അന്ത് കാ ജ്ഞാൻ ദേത്തെ ഹേ, ബാബ ഏത് ജ്ഞാനമാണ് നമുക്ക് നൽകുന്നത്? സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനമാണ് ബാബ നൽകുന്നത്. ടീച്ചർ ബി വഹ് നിരാകാർ ഹേ ജോ സാഗാർ ദ്വാര ജ്ഞാൻ സുനാത്തെ ഹേ. അപ്പൊ ബാബ അച്ഛനുമാണ് ടീച്ചറുമാണ്. അപ്പൊ ടീച്ചറും ഇവിടെ ആരാണ്? നിരാകാരനാണ്. പക്ഷെ ആ ടീച്ചർ സാകാരത്തിലൂടെ വന്നിട്ടാണ് അല്ലെ. ബ്രഹ്മബാബ സാകാരത്തിലുള്ളതാണ്. ആ സാകാരത്തിലൂടെ വന്നിട്ടാണ് നമുക്ക് ജ്ഞാനം കേൾപ്പിക്കുന്നത്. ആത്മാഹി ബോൽത്തി ഹേ, ആത്മാവ് തന്നെയാണ് പറയുന്നത് അല്ലെ. ശിവബാബയും ആത്മാവാണ്, പക്ഷെ പരമാത്മാവാണ്. ആത്മാവ് തന്നെയാണ് പറയുന്നത്. ആത്മാ കഹത്തി ഹേ മേരെ ശരീർ കോ തങ് മത് കരോ, ആത്മാവ് തന്നെയാണ് പറയുന്നത് എന്റെ ശരീരത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കരുത്. ആത്മാ ദുഃഖി ഹോത്തി ഹേ തോ സമജാനി ദി ജാതി ഹേ ജബ്കി വിനാശ് സാമനെ കടാ ഹേ പാരലൗകിക് ബാപ്പ് ആത്തെ ഹി ഹേ അന്ത് മേം സബ്കോ വാപ്പസ് ലേ ജാനെ. അതായത് ബാബ പറയാണ്, ആത്മാവ് ദുഃഖിയായിട്ട് മാറുമല്ലോ, ആ സമയത്ത് ആത്മാവ് ഈ ഒരു കാര്യം മനസ്സിലാക്കും. അതായത് എപ്പോഴാണോ വിനാശം മുന്നിൽ നിൽക്കുന്നത് ആ സമയത്ത് പാരലൗകിക അച്ഛൻ ഇവിടേക്ക് വരിക തന്നെ ചെയ്യും. അന്തിമത്തില് എന്തിനാണ് വരുന്നത്? എല്ലാവരെയും തിരികെ കൊണ്ടുപോകാൻ. ഇത് ആത്മാവ് ദുഃഖിയാകുമ്പോൾ ഈ ഒരു കാര്യം ആത്മാവ് മനസ്സിലാക്കും. ബാക്കി ജോബി കുച്ച് ഹേ യഹ് സബ് വിനാശ് ഹോനെ കാ ഹേ. അപ്പൊ നമ്മൾ ആത്മാക്കള് ബാബയോടൊപ്പം തിരിച്ചു പോകും. ബാക്കി ഇവിടെ എന്തൊക്കെയുണ്ടോ അതെല്ലാം വിനാശമായി പോകുമെന്ന് ബാബ പറയാം. ഇസ്കോ കഹാ ജാതാ ഹേ മൃത്യുലോക്, ഇതിനെ മൃത്യുലോകം എന്നാ പറയുന്നത്. സ്വർഗത്തോ യഹാം പൃഥ്വി പർ ഹോത്താ ഹേ, ഈ ഭൂമിയിൽ തന്നെയാണ് എന്തുണ്ടാകുന്നത്? സ്വർഗം ഉണ്ടാകുന്നത്. ദിൽവാഡ മന്ദിർ ബനാ ഹുവാ ഹേ, അതായത് ദിൽവാഡ ക്ഷേത്രവും പണിതിട്ടുണ്ടല്ലോ. നീച്ചെ തപസ്യ കർ രഹേ ഹേ ഊപ്പർ മേ ഹേ സ്വർഗ്. ആ ദിൽവാഡ ക്ഷേത്രത്തിൽ എങ്ങനെയാണ്? താഴെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളാണ് താഴെ അല്ലെ. മുകളിൽ എന്താണ്? സ്വർഗവും കാണിച്ചിട്ടുണ്ട്. ദിൽവാഡ മന്ദിരത്തിൽ അങ്ങനെയാണ് ശരിക്കും കാണിക്കുന്നത്. നെഹീതോ കഹാം ദിക്കാവേ, അല്ലെങ്കിൽ സ്വർഗം എവിടെ കാണിക്കും? ക്ഷേത്രത്തില് മുകളിലാണ് സ്വർഗം കാണിച്ചിട്ടുള്ളത്. പക്ഷേ ബാബ പറയുന്നത് സ്വർഗം ഈ ഭൂമിയിൽ തന്നെയാണ്. പക്ഷെ ഈ ക്ഷേത്രത്തിൽ കാണിക്കുമ്പോ താഴെ തപസ് ചെയ്യുന്നത് കാണിക്കുന്നു, പിന്നെയും താഴെ സ്വർഗം, അങ്ങനെ കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അവിടെ സ്വർഗം മുകളിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷെ ബാബ പറയുന്നത്
ഇവിടെ ഈ ഭൂമിയിൽ തന്നെയാണ് സ്വർഗമെന്ന് ബാബ പറയാം. ഊപ്പർ മേം ദേവതാവോം കെ ചിത്ര ദിക്കായേ ഹേ, മുകളിൽ ദേവതമാരുടെ ചിത്രവും കാണിക്കുന്നുണ്ട്. വഹ് ബി ഹോങ്കേ തോ യഹാം നാ സമജാനെ കി ബഡി യുക്തി ചാഹിയേ. ബാബ പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ നല്ല യുക്തി വേണം. മന്ദിരോ മേം ജാക്കർ സമജാന ചാഹിയേ യഹ് ശിവ ബാബ കാ യാദ്ഗാർ ഹേ ജോ ശിവ ബാബ ഹംകോ പഠാ രഹാ ഹേ. അതായത് ഈ ക്ഷേത്രത്തിൽ പോയി നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കണം. എന്താണ്? ഇത് ശിവബാബയുടെ ഓർമ്മ ചിഹ്നമാണ്, ഓർമ്മയായിട്ടാണ് ഈ ദിൽവാഡ ക്ഷേത്രം. അത് മാത്രമല്ല ശിവബാബ ഇവിടെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഓർമ്മയായിട്ടാണ് ഈ ക്ഷേത്രമെന്ന്, ഈ ക്ഷേത്രത്തിൽ പോയി മനസ്സിലാക്കി കൊടുക്കണമെന്ന് ബാബ പറയാണ്. ശിവ് ഹേ വാസ്തവ് മേ ബിന്ദി, പരന്തു ബിന്ദി की पूजा कैसे ही जाए, फल फूल कैसे चढ़ाए जाए, इसलिए बड़ा रूप बनाया है. അല്ലെ, ശിവക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കാം, ശിവബാബ വാസ്തവത്തിലെ ബിന്ദു സ്വരൂപനാണ്. പക്ഷേ ഈ ബിന്ദു സ്വരൂപത്തെ എങ്ങനെ പൂജിക്കും, എങ്ങനെ പൂക്കളും ഫലങ്ങളൊക്കെ അതിലർപ്പിക്കും? അതുകൊണ്ടാണ് വലിയ രൂപത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ബാബ പറയാ. ഇത്തന ബഡ കോയി ഹോത്താ നഹി. ബാബ പറഞ്ഞത് ഇത്രയ്ക്ക് വലുത് ഒരിക്കലും ആവില്ല. അല്ലെ, ഭഗവാൻ ബിന്ദു സ്വരൂപനാണ്, അതിസൂക്ഷ്മമാണ്, അല്ലാതെ ഇത്ര വലുതൊന്നും അല്ല എന്ന് ബാബ പറയാ. ഗായാ ബി ജാത്താ ഹേ ഭൃഗുടി കെ ബീച്ച് ചമക്താ ഹേ അജബ് സിതാര. ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് ഭൃഗുടിയുടെ മധ്യത്തിൽ തിളങ്ങുന്ന നക്ഷത്രം എന്ന് പറയാറുണ്ട്. ഹേ ബി അതിസൂക്ഷ്മ ബിന്ദി ഹേ, ഇത് അതിസൂക്ഷ്മമായ, അല്ലെ, നമുക്ക് ഈ കണ്ണുകൾ കൊണ്ടൊന്നും കാണാൻ സാധിക്കില്ല, അതിസൂക്ഷ്മമായ ബിന്ദുവാണ്. ബഡി ചീസ് ഹോത്തോ സയൻസ് ആദി വാലെ ജട്ട് ഉൻകോ പക്കഡ്ലേ. ബാബ പറയുന്നത്, ഇനി അഥവാ ഈ ആത്മാവ് വലിയ വസ്തുവാണെങ്കിൽ സയൻസ് ആളുകളുണ്ടല്ലോ, അവര് തീർച്ചയായിട്ടും ഇതിനെ പിടിക്കും. നാ ഇത്തന ഹസാർ സൂര്യസെ തേജ് വാലാ ഹേ കുച്ച് ബി നഹി. അല്ലെ, അതായത് ഇങ്ങനെ പറയുമല്ലോ, ഭഗവാൻ അതായത് ആയിരക്കണക്കിന് സൂര്യന്മാരെക്കാളും അത്രയ്ക്കും പ്രകാശമുണ്ട് എന്നൊക്കെ പറയുമല്ലോ. ബാബ പറയുന്നത് അങ്ങനെയൊന്നുമില്ല. कोई कोई भगत लोग भी आते हैं ना, कहते हैं बस हमको यह चेहरा देखने में आते हैं. बाबा समझते हैं उनको परमपिता परमात्मा का पूरा परिचय मिला नहीं. അല്ലെ, ചില ഭക്തരൊക്കെ വന്നിട്ട് പറയുമല്ലോ, ഞങ്ങൾക്ക് ഇങ്ങനെയൊരു മുഖത്തിലൂടെയാണ്, എന്താണ്, അതായത് ഈ ഒരു മുഖം കാണാനാണ് വന്നത് എന്നൊക്കെ പറയും അവര്. പക്ഷെ ബാബ പറയാണ്, അവർക്ക് പരംപിത പരമാത്മാവിന്റെ പൂർണ്ണമായ പരിചയമില്ല. അബി തക്ദീർ ഹി നഹി കുലീഹെ, ഇപ്പോഴും അവരുടെ ഭാഗ്യം തുറന്നിട്ടില്ല. ജബ് തക് ബാപ് കോ നാ ജാനെ യഹ് നാ സമझे कि हमारी आत्मा बिंदी समान है, ശിവ ബാബ ബി ബിന്ദി ഹെ, ഉൻകോ യാദ് കർണാ ഹെ. അപ്പൊ ബാബ പറയണത്, ഏതുവരെ ബാബയെ അറിയുന്നില്ലയോ, ഏതുവരെ ബാബയെ അറിയുന്നില്ലയോ ഈ ഒരു കാര്യം, അതായത് നമ്മൾ ആത്മാക്കളും ബിന്ദു സമാനമാണ്, ശിവബാബയും ബിന്ദുവാണ്, ആ ബിന്ദുവിനെ തന്നെയാണ് ഓർമ്മിക്കേണ്ടത് എന്നുള്ള കാര്യം അറിയില്ല. ഏതുവരെ ബാബയെ അറിയുന്നില്ലയോ അതുവരെ ഈ ഒരു കാര്യവും അറിയാൻ സാധിക്കില്ല. സ്വയം ആത്മാവാണെന്നും ഭഗവാൻ ഒരു ആത്മസ്വരൂപമാണെന്നും ഞാൻ ഓർമ്മിക്കേണ്ടത് ആ ഭഗവാനെയാണെന്നൊക്കെ അറിയണമെങ്കിൽ ബാബയെ മനസ്സിലാക്കണം. അപ്പൊ ഇതുവരെ ബാബയെ അറിയുന്നില്ലയോ അതുവരെ ഇതൊന്നും അറിയില്ല എന്ന് ബാബ പറയാ. ऐसे समझ जब याद करे तब विकर्म विनाशो. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ഓർമ്മിക്കുമ്പോഴാണ് വികർമ്മം വിനാശമാവുക എന്ന് ബാബ പറയാ. ബാക്കി യഹ് ദേഖ്നെ മേം ആതാ ഹേ ऐसा दिखता वैसा दिखता इसको फिर माया का विघ्न कहा जाता है. അതല്ലാതെ എന്താ പറയാ, പിന്നെ ഇങ്ങനെ പറയും, ഞാൻ ഇങ്ങനെ കണ്ടു, ഇന്ന രീതിയിൽ കണ്ടു, അങ്ങനെ പല രീതിയിലൊക്കെ ഭഗവാന്റെ സാക്ഷാത്കാരം ഉണ്ടായെന്നും ഇങ്ങനെ കണ്ടു എന്നൊക്കെ പറയും. ബാബ പറയുന്നത് ഇതെല്ലാം എന്താണ്, മായയുടെ വിഘ്നരൂപങ്ങളാണെന്ന് ബാബ പറയാം. തും ബച്ചേ തോ അഭി ഖുശി സേ കഹത്തെ ഹോ കി ഹംകോ ബാപ്പ് മിലാ ഹേ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ വളരെ സന്തോഷത്തോടെ കൂടി എന്താ പറയാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ ലഭിച്ചു കഴിഞ്ഞു. मनुष्य तो श्री कृष्ण का साक्षात्कार कर बहुत खुशी में डांस आदि करते हैं, परंतु
ഉൻസെ കോയി സദ്ഗതി നഹി ഹോത്തി. അല്ലെ, ബാബ പറയണ മനുഷ്യരാണെങ്കിലോ ശ്രീകൃഷ്ണന്റെ സാക്ഷാത്കാരമൊക്കെ ഉണ്ടായാൽ വളരെയധികം സന്തോഷമുണ്ടായി ഡാൻസ് ചെയ്യുമെന്ന് പറയാം. പക്ഷേ ബാബ പറയാണ് ശ്രീകൃഷ്ണന് ഒരിക്കലും സദ്ഗതി നൽകാൻ കഴിയില്ല. അതുകൊണ്ട് സദ്ഗതിയും ലഭിക്കുന്നില്ല. അപ്പൊ ശ്രീകൃഷ്ണന്റെ സാക്ഷാത്കാരം ഉണ്ടായി എന്ന് കരുതി സദ്ഗതി ഒന്നും ഉണ്ടാകില്ല എന്ന് ബാബ പറയാ. യഹ് സാക്ഷാത്കാർ തോ അനായാസ് ഹി ഹോ ജാതാ ഹെ. അതായത് സാക്ഷാത്കാരം ഉണ്ടാവുക അനായാസമായിട്ട് നടക്കുന്ന കാര്യമാണെന്ന് ബാബ പറയാം. അഗർ അച്ചി തരഹ് സെ പഠേങ്കെ നഹി തോ പ്രജാമേൻ ചലേ ജായേങ്കെ. ബാബ പറയാണ് അഥവാ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഏത് പദവിയിലേക്ക് പോകും? പ്രജയിലേക്ക് പോകുമെന്ന് ബാബ പറയാണ്. സാക്ഷാത്കാർ കാ ഭി ഫായദാ തോ മിൽനാ ഹേന. അപ്പൊ സാക്ഷാത്കാരം ഉണ്ടായതിന്റെയും ഫായദ, അതായത് ഫലം ലഭിക്കണമല്ലോ. ഭക്തി മാർഗമേ ബഡി മെഹനത്ത് കർത്തേ ഹേ തബ് സാക്ഷാത്കാർ ഹോത്താ ഹെ. ബാബ പറയണ ഭക്തി മാർഗത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല പരിശ്രമമുണ്ട് എങ്കിൽ മാത്രമേ അവിടെ സാക്ഷാത്കാരം ഉണ്ടാവുകയുള്ളൂ എന്ന് ബാബ പറയാണ്. യഹാം തോടി ഭി മെഹനത്ത് കർത്തേ ഹേ തോ സാക്ഷാത്കാർ ഹോത്താ ഹെ ലേക്കിൻ ഫായദ കുച്ച് നഹി. പക്ഷെ ഇവിടെ ഈ ജ്ഞാനമാർഗത്തില് വളരെ കുറച്ചൊന്ന് ശ്രമിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ സാക്ഷാത്കാരം ഉണ്ടാകും. പക്ഷെ അതുകൊണ്ട് ഫലമൊന്നുമില്ല എന്ന് ബാബ പറയാണ്. ശ്രീകൃഷ്ണപുരിമേം സാധാരണ പ്രജ ആദി ജാക്കർ ബനേങ്കെ. അതായത് ശ്രീകൃഷ്ണപുരിയിൽ പോകും, പക്ഷെ അവിടെ പോയിട്ട് എന്തായിട്ട് മാറും? സാധാരണ പ്രജയായിട്ട് മാറുമെന്ന് ബാബ പറയാം. അഭി തും ബച്ചെ ജാൻതേ ഹോ ശിവ ബാബ ഹംകോ യഹ് നോളേജ് സുനാ രഹേ ഹെ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്കറിയാം, ശിവബാബ നമ്മൾ കുട്ടികൾക്ക് ഈ ജ്ഞാനം കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാപ്പ് കാ ഫർമാൻ ഹേ പവിത്ര സരൂർ ബന്നാ ഹെ. ബാബയുടെ ആജ്ഞ എന്താണ്? തീർച്ചയായിട്ടും പവിത്രമായിട്ട് മാറണം. പരന്തു കോയി കോയി പവിത്ര ബി രഹ നഹി സക്തേ ഹെ. പക്ഷേ ചിലർക്കാണെങ്കിലോ പവിത്രമായിട്ട് ഇരിക്കാനേ കഴിയുന്നില്ല എന്ന് ബാബ പറയാം. കബി പതീത് ബി യഹാം ചിപ്പുക രാജേഹെ. അതായത് ചിലപ്പോൾ പതീതരും ഇവിടെ ഒളിച്ചിട്ടൊക്കെ വരുന്നുണ്ടെന്ന് ബാബ പറയാതെയും ഒളിച്ചൊക്കെ വരുന്നുണ്ട്. വഹ് അപ്നാഹി നുക്സാൻ കർത്തേഹെ. പക്ഷെ ബാബ പറയുന്നത് അവരെന്താ ചെയ്യുന്നത്? സ്വയത്തിന്റെ തന്നെ നഷ്ടമുണ്ടാക്കുകയാണ്. വഹ് അപ്നാഹി നുക്സാൻ കർത്തേഹെ അപ്നേക്കോ ടങ് തേഹെ. അവര് സ്വയത്തെ ചതിക്കുകയാണ് ചെയ്യുന്നത്. ബാപ്പുകോ ടഗ്നേസേ ബാപ്പുക്കോ ടഗനേക്ക് ബാത്ത് ഹി നഹി. ബാബയെ ചതിക്കുക, അല്ലെ, ബാബയെ ചതിക്കുക, വഞ്ചിക്കുക, അങ്ങനെ ഒരു കാര്യമേ ഇല്ല എന്ന് പറയാ ബാബ. ബാപ്പ് സേ ടഗി കർക്കെ കോയി പൈസ ലേനാ ഹേ ക്യാ. ബാബയെ ചതിച്ചെങ്കിൽ ബാബയെ വഞ്ചിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ നേടാനുണ്ടോ? ശിവ ബാബ കി ശ്രീമത്ത് പർ ഫായദേ സിർ നഹി ചൽത്തേ ഹേ തോ ക്യാ ഹാൽ ഹോഗാ. ബാബ പറയാണ് ശിവബാബയുടെ ശ്രീമതം അനുസരിച്ച്, ആ നിയമമനുസരിച്ച് നടന്നില്ല എങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ബാബ പറയാം. അപ്പൊ എന്താണ്, പതീതമായി മാറി പിന്നെ ഒളിച്ചും പറയാതെയൊക്കെ അവിടെ വന്ന് അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാകുന്നില്ല. നഷ്ടം, സ്വയത്തിന് നഷ്ടം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്ന് ബാബ പറയാണ്. സമജാ ജായേഗ തക്ദീർ മേ നഹി ഹേ. അതായത് ഇങ്ങനെ ബാബയുടെ ശ്രീമതമൊക്കെ അനുസരിക്കാതെ നടക്കുന്നവരുണ്ടല്ലോ, അപ്പൊ മനസ്സിലാക്കാം അവരുടെ ഭാഗ്യത്തിലില്ല എന്നുള്ള കാര്യം. നഹി പഠത്തെ ഹേ ഓർ ഹി ഔരോം കോ ദുഃഖ് ദേത്തെ രഹേംഗെ തോ ഏക് തോ ബഹുത് സജായേം ഖാനി പടേഗി ഓർ ദൂസരാ ഫിർ പദ് ഭി ഭ്രഷ്ട് ഹോ ജായേഗ. അതായത് സ്വയവും പഠിക്കുന്നില്ല, ശ്രീമതവും അനുസരിക്കുന്നില്ല, മറ്റുള്ളവർക്ക് ദുഃഖവും കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാബ പറയുന്നത് ഒന്നാമത്തെ കാര്യം ധാരാളം ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും. രണ്ടാമത്തെ കാര്യം എന്താണ്? പദവി ഭ്രഷ്ടമായി പോകും, വളരെ താഴ്ന്ന പദവിയെ കിട്ടുള്ളൂ എന്ന് ബാബ പറയാം. കോയി ബി കായതേക്ക് വിരുദ്ധ കാം നഹി കർണാ ചാഹിയേ. നിയമം തെറ്റിയിട്ട് യാതൊരു ജോലിയും നിങ്ങൾ ചെയ്യരുത്, അല്ലെ, യാതൊരു കർമ്മവും നിങ്ങൾ നിയമം തെറ്റി ചെയ്യരുത്. ബാപ്പുത്തോ സമജായേങ്കേനാക്കി തുമാരി ചലൻ ടീക്ക് നഹി ഹേ. ബാബയും മനസ്സിലാക്കും ഇവരുടെ എന്താണ് പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ശരിയല്ല എന്നുള്ളത് ബാബയും മനസ്സിലാക്കും. ബാപ്പുത്തോ കമായി കർണേക്ക രാസ്ത ബത്താത്തെ ഹേ ഫിർ കോയി കരേ നാ കരേ ഉൻകി തക്ദീർ. അതായത് ബാബ വന്നിട്ട് എങ്ങനെ സമ്പാദിക്കാം
അതിനുള്ള വഴിയാണ് ബാബ മനസ്സിലാക്കി തരുന്നത് അല്ലെ. എങ്ങനെയാണ് പുതിയ ലോകത്തിലേക്ക് വേണ്ടി സമ്പാദ്യം ഉണ്ടാക്കാന്നുള്ള വഴിയാണ് ബാബ പറഞ്ഞു തരുന്നത്. പിന്നെ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അത് അവനവന്റെ ഭാഗ്യം അല്ലെ. അതാണ് ബാബ പറഞ്ഞത്. അല്ലാതെ ബാബ ഒരിക്കലും ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യിപ്പിക്കില്ല. സജായേം കാക്കർ വാപ്പസ് ശാന്തിധാം തോ ജാനാഹി ഹേ. അതായത് ഈ ശിക്ഷകളൊക്കെ അനുഭവിച്ച് തിരിച്ച് ശാന്തിധാമത്തിലേക്ക് പോവുക തന്നെ വേണം. പദ് ഭ്രഷ്ട് ഹോ ജായേഗ. പദവിയും ഭ്രഷ്ടമാകും. കുച്ച്ബി മിലേഗ നഹി. യാതൊന്നും പിന്നെ ലഭിക്കില്ല അല്ലെ. പദവിയും നഷ്ടമാകും, ശിക്ഷകളും അനുഭവിക്കേണ്ടി വരും, യാതൊന്നും ലഭിക്കുകയുമില്ല എന്ന് ബാബ പറയാ. ആത്തേ തോ ബഹുത് ഹെ പരന്തു യഹാം തോ ബാപ്പ് സെ വർഷ ലേനെ കി ബാത്ത് ഹെ. അതായത് ബാബ പറയുന്നത് ഒരുപാട് പേര് വരുന്നുണ്ട്, പക്ഷെ ഇവിടെ ബാബയിൽ നിന്നും സമ്പത്ത് എടുക്കേണ്ട കാര്യമാണ്. ബച്ചേ കഹത്തെ ഹെ ബാബ ഹം തോ സ്വർഗ കാ സൂര്യവംശി രാജായി പദ് പായേങ്കെ. അതായത് കുട്ടികൾ പറയും, ബാബ ഞങ്ങള് സ്വർഗത്തിന്റെ സൂര്യവംശി രാജായി അല്ലെ, സൂര്യവംശി ആ കുടുംബം, ആ രാജകുടുംബത്തിന്റെ അതിന്റെ പദവി ഞങ്ങൾ നേടുമെന്ന് പറയും. രാജയോഗ ഹേന. ഇത് രാജയോഗമല്ലേ. സ്റ്റുഡൻസ് സ്കോളർഷിപ്പ് ബി ലേത്തെ ഹേന. സ്റ്റുഡൻസ് അല്ലെ, ചില വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പും എടുക്കുന്നുണ്ട്. പാസ് ഹോനെ വാലോക്കോ സ്കോളർഷിപ്പ് മിൽത്തി ഹേ അല്ലെ. നല്ല രീതിയിൽ പാസ്സാകുന്നവർക്കാണ് സ്കോളർഷിപ്പ് ഒക്കെ ലഭിക്കുക എന്ന് ബാബ പറയാ. യഹ് മാല ഉനോം കി ബനി ഹുയി ഹേ. ബാബ പറയുന്നത് ഈ മാലയുണ്ടല്ലോ സ്കോളർഷിപ്പ് ലഭിച്ചവരുടെയാണ്. ജിത്തന ജിത്തന ജൈസ പാസ് ഹോഗ ഏസെ ഏസെ സ്കോളർഷിപ്പ് മിലേഗി. അതായത് എത്രമാത്രം നിങ്ങൾ പാസ്സായി പോകുന്നുവോ അത്രയും നിങ്ങൾക്ക് സ്കോളർഷിപ്പും ലഭിക്കും. സ്കോളർഷിപ്പ് വാലോം കി വൃദ്ധി ഹോത്തെ ഹോത്തെ ഹസാരോം ബൻ ജാത്തെ ഹെ. സ്കോളർഷിപ്പ് നേടുന്നവരുണ്ടല്ലോ അവരുടെ വൃദ്ധി ഉണ്ടായി ആയിരക്കണക്കിനായിട്ട് മാറുമെന്ന് ബാബ പറയാ. രാജായി പദ് ഹെ സ്കോളർഷിപ്പ്. ഇവിടെ രാജ്യ പദവിയാണ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. ജോ അച്ചി രീതി പഠായി പഠിത്തേ ഹെ വഹ് ഗുപ്ത് നെഹി രഹ് സക്തേ. അതായത് നല്ല രീതിയിൽ പഠിക്കുന്നവരുണ്ടല്ലോ അവർക്കൊരിക്കലും ഗുപ്തമായിട്ടിരിക്കാൻ കഴിയില്ല എന്ന് ബാബ പറയാ. ബഹുത്ത് നയേ നയേ ബി പുരാനോം സെ ആകെ നിക്കൽ പടേങ്കെ. അതായത് ഒരുപാട് പുതിയ പുതിയ കുട്ടികളുണ്ട്, അവരൊക്കെ എന്താണ് പഴയതിൽ നിന്നും പുതിയതായിട്ട് മാറുന്നുണ്ട്. അതായത് പഴയവരിൽ നിന്നും മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് പുതിയ പുതിയ കുട്ടികൾ വരുന്നുണ്ട്, അവര് പഴയവരെക്കാളും മുന്നോട്ട് പോകുന്നവരാണെന്ന് പറയാ ബാബ. ജൈസെ ദേഖോ കൈ ബച്ചിയാം ആത്തി ഹേ कहती है हमको यह पढ़ाई तो बहुत अच्छी लगती है, हम प्रण करते हैं यह जिस्मानी पढ़ाई का कोर्स पूरा कर फिर इस पढ़ाई में लग जाएंगे. അപ്പൊ ബാബ പറയാണ് ഒരുപാട് കുട്ടികൾ പുതിയത് വരുന്നുണ്ടല്ലോ. അപ്പൊ കുട്ടികള് അതായത് പെൺകുട്ടികളെയാണ് ബാബ പറയുന്നത്. പെൺകുട്ടികൾ വന്നിട്ട് ഇങ്ങനെ പറയും, ഞങ്ങൾക്ക് ഈ പഠിപ്പ് വളരെ നല്ലതായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുകയാണ്, ഞങ്ങളുടെ ഭൗതികമായ പഠിപ്പ് ആ കോഴ്സ് ഉണ്ടല്ലോ അത് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് ഞങ്ങൾ ഈ പഠിപ്പിൽ മുഴുകും. കാരണം ഈ പഠിപ്പ് ഞങ്ങൾക്ക് വളരെ നല്ലതായിട്ട് തോന്നുന്നുണ്ടെന്ന് കുട്ടികൾ പറയുന്നുണ്ടെന്ന് ബാബ പറയാണ്. അപ്ന ഹീരെ ജൈസ ജീവൻ ബനായെങ്കെ. അതായത് തന്റെ വജ്ര തുല്യമായ ജീവിതം അവര് തന്നെ ഉണ്ടാക്കും അല്ലെ. ഈ ഒരു പഠിപ്പ് പഠിച്ച് തന്റെ ജീവിതം വജ്ര തുല്യമാക്കി മാറ്റുമെന്ന് അവര് പറയാണ് കുട്ടികള്. ഹം അപ്നി സച്ചി കമായി കർ 21 ജന്മോം കെ ലിയെ വർഷ പായെങ്കി. കുട്ടികൾ എന്താ പറയാ, അതായത് ഞങ്ങളുടെ സത്യമായ സമ്പാദ്യം ചെയ്ത് 21 ജന്മത്തേക്കുള്ള സമ്പത്ത് ഞങ്ങൾ നേടിയിരിക്കും. കുട്ടികൾ വന്നിട്ട് അങ്ങനെ പറയും. കിത്തന ഖുഷി ഹോത്തി ഹേ. എത്ര സന്തോഷമാണെന്ന് ബാബ പറയാ. ജാൻതേ ഹേ യഹ് വർഷ അബ് നഹി ലിയാ തോ ഫിർ കബി നഹി ലേ സക്കേംഗെ. ബാബ പറയാണ്, ഈ ഒരു സമ്പാദ്യം ഇപ്പൊ നിങ്ങൾ എടുക്കുന്നില്ല എങ്കിൽ പിന്നീട് ഒരിക്കലും എടുക്കാൻ കഴിയില്ല. ബാബ പറയാണ്. പഠായി കാ ഷോക്ക് ഹോത്താ ഹേന. അതായത് പഠിപ്പിന്റെയും പഠിക്കാനും താല്പര്യം വേണ്ടേ എന്ന് ബാബ പറയാ. കോയി കോത്തോ സരാബി ഷോക്ക് നെഹി ഹേ സമജനേക്ക. ചിലർക്കാണെങ്കിലോ ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു താല്പര്യമൊന്നുമില്ല എന്ന് ബാബ പറയാ. പുരാനോം കോ ബി ഇത്തന ഷോക്ക് നെഹി ജിത്തന നയോം കോ ഹേ. അതായത്
എത്രമാത്രം പുതിയത് വരുന്ന കുട്ടികൾക്ക് താല്പര്യമുണ്ടോ അത്രയും താല്പര്യം പഴയ കുട്ടികൾക്ക് ഇല്ല എന്ന് ബാബ പറയാ. വണ്ടർ ഹേന, അത്ഭുതമല്ലേ എന്ന് ബാബ പറയാണ്. കഹേങ്കെ ഡ്രാമ അനുസാർ തക്ദീർ മേ നഹി ഹേ തോ ഭഗവാൻ ബി ക്യാ കരേ. അതായത് ഇങ്ങനെ പറയും, ഡ്രാമ അനുസരിച്ച് അവരുടെ ഭാഗ്യത്തിൽ ഇല്ല എങ്കിൽ ഭഗവാന് പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? അതാണ്, ഡ്രാമ അനുസരിച്ച് ഭാഗ്യത്തിൽ ഉണ്ടെങ്കിലേ അവര് പുരുഷാർത്ഥം ചെയ്യൂ, പദവിയും നേടൂ. അവിടെ ഭഗവാന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് ബാബ പറയുന്നത്. ടീച്ചർ തോ പടാത്തേ ഹേ, ടീച്ചർ എന്താ ചെയ്യാ? പഠിപ്പിക്കും അല്ലെ? കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. മാക്സിമം അവർക്ക് എത്രമാത്രം പറഞ്ഞു കൊടുക്കാൻ കഴിയും അത്ര പറഞ്ഞു കൊടുക്കും. അല്ലാതെ അവരെ ഭാഗ്യമുണ്ടാക്കി അവരെ പദവിയിലേക്ക് എത്തിക്കാൻ അത് അവര് സാധിക്കില്ല. അത് സ്വയം ചെയ്യണം അല്ലെ? അതാണ് ബാബ പറയുന്നത്. अच्छा, मीठे मीठे सिकीलदे बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी माता पिता बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. नी बाबा धारणा പറയാണ്. ഫസ്റ്റ് പോയിന്റ്, अपनी कमियों को छिपाना भी स्वयं को ठगना है, इसलिए कभी भी अपने से ठगी नहीं करनी है. ബാബ പറയുന്നത്, തൻ്റെ തന്നെ കുറവുകളുണ്ടല്ലോ അതിനെ ഒളിപ്പിക്കുക എന്ന് പറയുന്നത് സ്വയത്തെ തന്നെ ചതിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും ബാബ പറയുന്നത്, ഒരിക്കലും നിങ്ങൾ സ്വയത്തെ ചതിക്കാൻ പാടില്ല എന്ന് പറയാം ബാബ. ചതിക്കരുത്. അതായത് തൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇല്ലാതാക്കാം ബാബയുടെ ഓർമ്മയിൽ. അല്ലാതെ അതിനെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് ഇപ്പോൾ എന്താ പറയുക, ബാബയുടെ സന്മുഖത്തേക്ക് വരിക, അങ്ങനെയൊന്നും ചെയ്യരുത്. അത് സ്വയത്തെ തന്നെ ചതിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ സ്വയത്തെ ചതിക്കുന്നവരായിട്ട് മാറരുത്. സെക്കൻഡ് പോയിന്റ്, अपनी ऊंच तकदीर बनाने के लिए कोई भी काम कायदे के विरुद्ध नहीं करना है. തൻ്റെ ഉയർന്ന ഭാഗ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ബാബ പറയാണ്, ഒരു കർമ്മവും നിയമത്തിന് വിരുദ്ധമായിട്ട് നിങ്ങൾ ചെയ്യരുത്. പഠായിക്ക ഷോക്ക് രഖനാഹെ, പഠിപ്പിനോടുള്ള താല്പര്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. ആപ് സമാൻ ബനാനേക്ക് സേവ കർണീഹെ, അതായത് ബാബയ്ക്ക് സമാനമാക്കി മാറ്റുന്ന സേവനം ചെയ്യണം. ഇനി ബാബ വരദാനം തരാണ്. അമൃതവേളയ്ക്ക് മദത് വ ശ്രീമത് की पालना द्वारा स्मृति को समर्थवान बनाने वाले സ്മൃതി സ്വരൂപ ഭവ. അതായത് അമൃതവേളയുടെ സഹായം, അതുപോലെ ശ്രീമത്തിന്റെ പാലന, ഇത് രണ്ടിലൂടെയും സ്മൃതിയെ ആക്കുന്നത് അല്ലെ, സമർത്ഥി എന്നല്ല പറയാ, സ്മൃതിയെ സമർത്ഥമാക്കി മാറ്റുന്നവരായ സ്മൃതി സ്വരൂപ ഭവ. അതാണ് ബാബ തരുന്ന വരദാനം. അതിന്റെ എക്സ്പ്ലനേഷൻ ബാബ പറയുന്നത്, അപ്നി സ്മൃതി കോ സമർത്ഥവാൻ ബനാനാ ഹേ വ സോ സ്മൃതി സ്വരൂപ ബനാനാ ഹേ തോ അമൃതവേളയ്ക്ക് സമയക്ക് വാല്യൂ കോ ജാനോ. അതായത് ബാബ പറയുന്നത്, തൻ്റെ സ്മൃതിയെ സമർത്ഥമാക്കി മാറ്റുവാനും, അല്ലെങ്കിൽ അതായത് സ്വതവേ തന്നെ നമ്മുടെ സ്മൃതി സ്വരൂപമായിട്ട് മാറുവാനും, അല്ലെ, തൻ്റെ സ്മൃതിയെ സമർത്ഥമാക്കി മാറ്റുവാൻ, അല്ലെങ്കിൽ സ്വതവേ നമ്മൾ സ്മൃതി സ്വരൂപമായിട്ട് മാറണമെങ്കിൽ അമൃതവേളയുടെ ആ സമയമുണ്ടല്ലോ അതിന്റെ വാല്യൂ മഹത്വം നമ്മൾ അറിയണം. ജൈസെ ശ്രീമത് ഹേ ഉസി പ്രമാൺ സമയക്കോ പഹചാൻ കർ समय प्रमाण चलो तो सहज सर्व प्राप्ति कर सकेंगे और मेहनत से छूट जाएंगे. ബാബ പറയുന്നത്, എങ്ങനെയാണോ ശ്രീമതം ഉണ്ടല്ലോ ആ ശ്രീമതം അനുസരിച്ച് സമയത്തെ നിങ്ങൾ മനസ്സിലാക്കി സമയപ്രമാണം നിങ്ങൾ നടക്കുക. അങ്ങനെയാണെങ്കിൽ സഹജമായിട്ട് സർവപ്രാപ്തികൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും, പരിശ്രമത്തിൽ നിന്നും മുക്തമാകും. അല്ലെ, ശ്രീമതം അനുസരിച്ച് നമ്മൾ നടക്കുക, സമയപ്രമാണം സമയമനുസരിച്ച് തന്നെ നമ്മൾ നടക്കുക, കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയാണെങ്കിലാണ് ബാബ പറയുന്നത് എല്ലാ കാര്യങ്ങളും സഹജമായിട്ട് എല്ലാ പ്രാപ്തിയും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ അതിൽ പരിശ്രമവും ഉണ്ടായിരിക്കില്ല. അമൃതവേളയ്ക്ക് മഹത്വ കോ സമജ്കർ ചൽനെ സേ
ഹർ കർമ്മ മഹത്വ പ്രമാൺ ഹോങ്കെ. അതായത് അമൃതവേളയുടെ ആ മഹത്വം മനസ്സിലാക്കി നിങ്ങൾ നടക്കുകയാണെങ്കിൽ ഓരോ കർമ്മവും മഹത്വ പ്രമാണം അല്ലെ അങ്ങനെയായി മാറും, മഹത്വപൂർണമായിട്ട് മാറും. എങ്ങനെയാണെങ്കിൽ അമൃതവേളയുടെ ആ ഒരു വാല്യൂ, ആ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ നടക്കുകയാണെങ്കിലാണ് ബാബ പറയുന്നത് ഓരോ കർമ്മവും മഹത്വപൂർണമായിരിക്കും. ഉസ് സമയ വിശേഷ സൈലൻസ് रहती है, इसलिए सहज स्मृति को സമർത്ഥവാൻ ബനാ സക്തേ ഹോ. ആ സമയത്ത് വിശേഷിച്ചും നമ്മൾ എങ്ങനെയായിരിക്കുക? അമൃതവേളയില് സൈലൻസ് അല്ലെ, അങ്ങനെയാണ് ഇരിക്കുക. അതുകൊണ്ട് ബാബ പറയുന്നത് സഹജമായ ആ സ്മൃതിയെ സമർത്ഥമാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും അല്ലെ. ആ സ്മൃതി സ്വരൂപം എന്താണ്? ഞാൻ ആത്മാവ് ശാന്ത സ്വരൂപമാണ്, ഞാൻ ആത്മാവ് ശക്തി സ്വരൂപമാണ്. അങ്ങനെയുള്ള നമ്മുടെ ആ സ്മൃതികളെല്ലാം നമ്മൾ ഉണർത്തി എങ്ങനെയാണ് അപ്പൊ ബാബ പറഞ്ഞത്? സമർത്ഥ സ്വരൂപമാക്കിയിട്ട് മാറ്റാൻ കഴിയും. അത് നമ്മളുടെ സ്വരൂപമായിട്ട് തന്നെ നമ്മൾ മാറും. അതാണ് അമൃതവേളയുടെ മൂല്യം എന്ന് ബാബ പറയാണ്. ഇനി ബാബ സ്ലോഗൻ പറയാണ്, യാദ് ഓർ നിസ്വാർത്ഥ സേവ ദ്വാര മായാജീത് ബന്നെ വാലേ ഹി സദാ വിജയീ ഹെ. അതായത് ഓർമ്മയും അതുപോലെ നിസ്വാർത്ഥ സേവനം, ഈ രണ്ടിലൂടെ മായാജീത്തായിട്ട് മാറുക. അവരാണ് എന്ത്? സദാ വിജയി. യാദും അതുപോലെ അതായത് ഓർമ്മയും നിസ്വാർത്ഥ സേവനവും, അതിലൂടെ മായാജീത്തായിട്ട് മാറുന്നവർ തന്നെയാണ് വിജയി എന്ന് ബാബ പറയാ. ഇനി അവ്യക്ത സൂചന, അതായത് ഏകതയും വിശ്വാസവും, ഈ രണ്ട് വിശേഷതയാണ് ബാബ ധാരണ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതിലൂടെ നമുക്ക് സഫലതാ സമ്പന്നമായിട്ട് മാറുക. संगठित रूप में आप ब्राह्मण बच्चों की आपस के संपर्क की ഭാഷ അവ്യക്ത ഭാവക്ക് ഹോനി ചാഹിയെ. ബാബ പറയുന്നത് സംഘടിത രൂപത്തില് താങ്കൾ ബ്രാഹ്മണ കുട്ടികള് പരസ്പര സമ്പർക്കത്തിലേക്ക് വരുമ്പോഴുള്ള ഭാഷ അവ്യക്ത ഭാവത്തിലായിരിക്കണം എന്ന് ബാബ പറയാം. ജൈസെ ഫരിഷ്തെ അഥവാ ആത്മായേ ആത്മാവോം സെ ബോൾ രഹി ഹെ. എങ്ങനെയാണോ ഒരു മാലാക അല്ലെങ്കിൽ ഒരു ആത്മാവ് മറ്റുള്ള ആത്മാക്കളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ, അത് അവ്യക്ത ഭാഷയാണല്ലോ, അങ്ങനെയായിരിക്കണം. इसके लिए किसी की सुनी हुई गलती को संकल्प में भी ना स्वीकार करना और ना कराना. ബാബ പറയുന്നത്, അതിനായിട്ട് ബാബ പറയുന്നത് ആരുടെയെങ്കിലും നമ്മള് തെറ്റുണ്ടാകുമല്ലോ, ആരെങ്കിലും തെറ്റ് ചെയ്താൽ ആ തെറ്റ് നമ്മൾ കേൾക്കുന്നത് സങ്കല്പത്തിൽ പോലും നമ്മളത് സ്വീകരിക്കരുത്. ഒരാളുടെ തെറ്റിനെ സങ്കല്പത്തിൽ പോലും സ്വീകരിക്കരുത്. അതുപോലെ നമ്മളും സ്വീകരിക്കരുത്, മറ്റുള്ളവരെ സ്വീകരിപ്പിക്കാൻ അനുവദിക്കുകയും ചെയ്യരുത്. അതായത് മറ്റുള്ളവരുടെ തെറ്റിന് ऐसी जब स्थिति हो तब ही बाप की जो शुभ कामना है एक मत संगठन की वह प्रैक्टिकल में होगी और आपके द्वारा बाप प्रत्यक्ष होगा. അങ്ങനെയൊരു സ്ഥിതി നമുക്ക് വരണം. അതായത് ആരുടെയെങ്കിലും തെറ്റിനെ പറ്റി കേട്ടിട്ടുള്ള ആ കാര്യം സങ്കല്പത്തിൽ പോലും നമ്മൾ സ്വീകരിക്കാതിരിക്കുന്ന സ്ഥിതി, അങ്ങനെയൊരു സ്ഥിതി വരുമ്പോഴാണ് ബാബ പറയുന്നത്, ബാബയുടെ ശുഭകാമന എന്താണ്? ഏകമതം അല്ലെ, സംഘടനയുടെ ഏകമതം. ആ ഒരു ബാബയുടെ എന്താണ് ശുഭകാമന പ്രാക്ടിക്കലിലേക്ക് കൊണ്ടുവരാൻ കഴിയും അല്ലെ. പ്രായോഗികമായിട്ട് കൊണ്ടുവരണമെങ്കിൽ ആരുടെയും തെറ്റ് അല്ലെ, ഒരാളിന് തെറ്റ് ചെയ്തു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ സങ്കല്പത്തിൽ പോലും അത് സ്വീകരിക്കാതിരിക്കുക. അതുപോലെ മറ്റുള്ളവരെയും അത് സ്വീകരിക്കാൻ അനുവദിക്കാതിരിക്കുക. ആ ഒരു സ്ഥിതിയിലേക്ക് വരുമ്പോഴാണ് ബാബയുടെ ശുഭകാമനയായ സംഘടനയുടെ ഏകമതം അത് പ്രാക്ടിക്കലായിട്ട് വരുള്ളൂ. അതുപോലെ നമ്മളിലൂടെ അങ്ങനെയാകുമ്പോൾ എന്താണ്? ഏകമതം സംഘടനയിലുണ്ടെങ്കിൽ തന്നെ നമ്മളിലൂടെ ആര് പ്രത്യക്ഷമാകും? ബാബ പ്രത്യക്ഷമാകും. ഓം ശാന്തി. ഒരു മിനിറ്റ് ബാബനെ ഓർമ്മിക്കും.
ശാന്തി.